ഇന്ന് പകൽക്കാലത്തെ തിരുവചന ധ്യാനത്തിനായി സദൃശവാക്യങ്ങൾ 9-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം നാം പ്രാരംഭമായി വായിക്കുന്നു. ജ്ഞാനിയായ ശലോമോന്റെ വാക്കുകളിൽ കൂടെ നാം ഇങ്ങനെ വായിക്കുന്നു: ജ്ഞാനമായവൾ തനിക്ക് ഒരു വീട് പണിതു, അതിനെ 7 തൂണുകൾ തീർത്തു. And from Solomon we can read this, wisdom hath builded her house, she hath hewn out 7 pillars. ഇന്ന് പകൽ നാം ഒരുമിച്ച് ചിന്തിക്കുന്നത് ഈ വാക്യത്തെ അടിസ്ഥാനമാക്കി ജ്ഞാനത്തിന്റെ 7 തൂണുകൾ എന്ന വിഷയമാണ്. Based on this word of God, we are going to meditate on the 7 pillars of wisdom. ജ്ഞാനത്തിന്റെ 7 തൂണുകൾ. The 7 pillars of wisdom. ദാവീദ് രാജാവ്, ഇസ്രായേലിന്റെ മഹാനായ ദാവീദ് രാജാവ് ഇരുന്ന സിംഹാസനത്തിലേക്ക് തനിക്ക് ശേഷം ദൈവഹിതപ്രകാരം, ദൈവാലോചന പ്രകാരം ആ സിംഹാസനത്തിൽ അവരോധിക്കപ്പെട്ട ദാവീദിന്റെ പുത്രനാണ് ശലോമോൻ. And we know Solomon is the son of David. After David became the king, his son followed through and Solomon became the king. താൻ രാജഭാരം എടുത്തു കഴിഞ്ഞപ്പോൾ ദൈവം തനിക്ക് പ്രത്യക്ഷനായി ചോദിക്കുന്നു, നിനക്ക് എന്താണ് ആവശ്യമായിരിക്കുന്നത്? After he received the kingship, Solomon was asked by God, what do you require? ഒട്ടും മടി കൂടാതെ ശലോമോൻ പറഞ്ഞു, എനിക്ക് ഈ ജനത്തെ പരിപാലിക്കുവാനും നടത്തുവാനുമുള്ള ഉയരത്തിലെ ജ്ഞാനവും വിവേകവും വേണം. Without any hesitation, Solomon said that I need the discerning power to rule over this people. താൻ ചോദിച്ചത് ദൈവത്തിന് പ്രസാദമായി. എന്നാൽ താൻ ചോദിക്കാത്ത ധനവും സമ്പത്തും മഹത്വവും എല്ലാം ദൈവം കൊടുത്തു. അതിനൊപ്പം ഏറ്റവും ശ്രേഷ്ഠമായ ഉയരത്തിലെ ജ്ഞാനം കൊണ്ട് ദൈവം അവനെ നിറച്ചു. And God was very pleased with this request, and in addition to that, he was given the wealth, honor, and he was given everything that beyond what he asked. ശലോമോന് ലഭിച്ച ജ്ഞാനത്തിന്റെ ഒരു വിവരണം തന്നെ 1 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 29 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. And we can see what all things Solomon received. 1 Kings chapter 4 verses 29 onwards. ആ കാലത്ത് ആ ദേശത്ത് ജീവിച്ചിരുന്ന സകല പൂർവ്വ ദിഗ്വാസികൾ, ഈസ്റ്റേൺ കൾച്ചറിൽ ഉണ്ടായിരുന്ന all the wise men, അവരെക്കാൾ ജ്ഞാനിയായിരുന്നു ശലോമോൻ. And we know that Solomon was the wisest of all the wise men that ruled over that time. ലബാനോനിലെ ദേവദാരു എന്ന വലിയ മരത്തെക്കുറിച്ചും ചുവരിന്മേൽ വളരുന്ന ഈസോപ്പ് തണ്ടുകളെ കുറിച്ചു വരെയും താൻ കാര്യങ്ങൾ ജ്ഞാനത്തോടെ പറഞ്ഞു. He had a great knowledge about the cedar trees as well as the hyssop branches and all this kind of stuff. ചുരുക്കി പറഞ്ഞാൽ ആകാശത്തിന് കീഴിലുള്ള സകലത്തെക്കുറിച്ചും അഭിപ്രായം പറയത്തക്കവണ്ണം ആദമിന് ശേഷം ഇതുപോലെ ജ്ഞാനമുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിട്ടില്ല. And let me tell you that after Adam there was no such a person who had a great wisdom about everything that happened under the heaven. 4-ന്റെ 32-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: And chapter 4 verse 32. താൻ 3000 സദൃശവാക്യങ്ങളും 1005 ഗീതങ്ങളും പറഞ്ഞിരുന്നു. He spake 3000 proverbs, and his songs were 1005. അവയിൽ ഏകദേശം 1/3 ഭാഗം സങ്കീർത്തനം, സദൃശവാക്യം, സഭാപ്രസംഗി, ഉത്തമഗീതം എന്ന പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാണ്. And about a third of what he spoke and wrote we can see in the book of Psalms, Proverbs, and book of Ecclesiastes. ബാക്കി എവിടാണെന്ന് നമുക്കറിയത്തില്ല. And we do not know where the rest is. എന്നാൽ എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യം, But one thing that wondered me, താൻ ഈ പറഞ്ഞ ജ്ഞാനത്തിന്റെ 3000 വാക്യങ്ങളിൽ 1005 ഗീതങ്ങളിൽ നമുക്ക് ലഭ്യമായ 500 എണ്ണം വായിച്ചും കേട്ടും നാം എത്രയോ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയിട്ടുണ്ട്. how much we have ordered and corrected after our life after receiving all these proverbs and psalms from Solomon. ഇതിൽ ഒരെണ്ണമെങ്കിലും താൻ നേരെ ചൊവ്വേ വായിച്ച് ജീവിച്ചിരുന്നുവെങ്കിൽ എത്രയോ തന്റെ അവസാനം നന്നായിരിക്കുമായിരുന്നു. And if he had at least heeded to one of those things, how great would have been his life. അതുകൊണ്ട് നാം പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നില്ലെങ്കിൽ, Therefore, if we are not bringing into practice what we speak, പ്രസംഗിക്കുന്നത് എന്റെ ജീവിതത്തിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നില്ലെങ്കിൽ, if I am preaching and I'm not bringing into practice, നമ്മുടെ അന്ത്യവും ശലോമോന്റെ അന്ത്യം പോലെ ആകുവാൻ സാധ്യതയുണ്ട്. and there is a possibility that our end will be just like Solomon's end. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു: Apostle Paul is saying, ഞാൻ നിങ്ങളോട് പ്രസംഗിച്ച ശേഷം കൊള്ളരുതാത്തവനായി തീരാതിരിക്കേണ്ടതിന് എന്റെ ജഡത്തെ അടിമപ്പെടുത്തി ക്രൂശിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. and I am committing Paul is saying that I am crucifying my flesh so that I can, whatever I preach, I can bring it into practice. സദൃശവാക്യത്തിന്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് യഹോഭക്തിയാണ് ജ്ഞാനത്തിന്റെ ആരംഭം. And the key verse of Proverbs is the fear of the Lord is the beginning of wisdom. ദൈവിക ജ്ഞാനത്താൽ അല്ലാതെ എല്ലാ പണികളും വ്യക്തിജീവിതമായാലും കുടുംബജീവിതമാണെങ്കിലും സഭയാണെങ്കിലും രാജാവാണെങ്കിലും ഏത് ഔദ്യോഗിക മണ്ഡലാണെങ്കിലും ദൈവിക ജ്ഞാനമില്ലാതെ പണിയുന്ന പണികളെല്ലാം
വെറും അല്ലെങ്കിൽ പൊള്ളത്തരമാണെന്ന് സദൃശ്യവാക്യത്തിൽ കൂടി ദൈവം വെളിപ്പെടുത്തുന്നു. And through the book of Proverbs, Solomon God is revealing that if you are building anything in your life without the fear of God, maybe it is your individual life, family life, church life, or if you are a king, it is all going to be useless. എന്റെ മാന്യ ശ്രോതാക്കളെ, ഇന്ന് പകൽക്കാലം നാം കൂടെ ഈ പുസ്തകം പാരായണം ചെയ്യുന്നുവെങ്കിൽ ആത്മീയ ജീവിതത്തിൽ വന്നു ഭവിക്കുവാൻ സാധ്യതയുള്ള പല മടയത്തരങ്ങളെയും അബദ്ധങ്ങളെയും നമുക്ക് അതിജീവിക്കുവാൻ കഴിയും. Children of God, if we can meditate through this book of Proverbs, there might be things that are foolishly we are doing. We can escape from those things. നമ്മുടെ ഇന്നത്തെ ചിന്ത 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യമാണ്. And today's verse is chapter 9, verse 1. ഞാൻ വീണ്ടും പറയുന്നു, ജ്ഞാനമായവൾ തനിക്ക് ഒരു വീട് പണിതു, അതിന് 7 തൂണുകൾ തീർത്തു. Wisdom has built her house and she has 7 pillars. ഇവിടെ ജ്ഞാനത്തെ ഒരു സ്ത്രീയോടാണ് രൂപകൽപ്പന ഉപമപ്പെടുത്തിയിരിക്കുന്നത്. And here we can see the wisdom is compared to a woman. വളരെ ബുദ്ധിയോടെ വിവേകത്തോടു കൂടെ വീട് പണിയുന്ന അല്ലെങ്കിൽ സാമർത്ഥ്യമുള്ള ഒരു മഹിളാരത്നം. And we can see that this is a person who is building the house with great wisdom. ഈ വചന ശുശ്രൂഷയുടെ ഒടുവിൽ ഈ ജ്ഞാനം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും. At the end of this message I will tell what is this wisdom. ഈ പണിയുന്ന ജ്ഞാനം കൊണ്ട് പണിയുന്ന വീടിന് 7 തൂണുകളുണ്ട്. And this house that has been built with wisdom has 7 pillars. അടുത്ത ചില നിമിഷങ്ങൾ ആ 7 തൂണുകൾ ഏതൊക്കെയാണെന്നാണ് നാം ഒരുമിച്ച് ധ്യാനിക്കാൻ പോകുന്നത്. And for the next few minutes we are going to together meditate what are those 7 pillars. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ സഭ, നിങ്ങളുടെ ഏത് മണ്ഡലവും ഈ 7 തൂണുകളിൽ അടിസ്ഥാനപ്പെട്ട് കെട്ടിപ്പടുത്താൽ അത് ജയകരമായ ക്രിസ്ത്യ ജീവിതമായിരിക്കും. Your family life, your church life, if you use these 7 pillars, it will be a victorious Christian life. ഈ ജ്ഞാനം എന്ന് പറയുന്നത് ഭൂമിയിലെ ജ്ഞാനമല്ല. And this knowledge and wisdom is not of this earth. വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് നല്ല അറിവ് കിട്ടും. Through education we can get knowledge. നമ്മുടെ അനുഭവം കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാകും. And from our experiences we will understand many things. അതെല്ലാം ജീവിതയാത്രയിൽ പ്രയോജനമുള്ളതാണ്, പക്വതയ്ക്ക് നല്ലതാണ്. And it is good for the usefulness of our life. എന്നാൽ ദൈവിക ജ്ഞാനം എന്ന് പറയുന്നത് മണ്ണിൽ നിന്ന് ലഭിക്കുന്നതല്ല, ഉയരത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. But the wisdom from God is not from this earth, but it is received from the heavenly places. ഈ ജ്ഞാനം ജന്മനാൽ കിട്ടുകയില്ല. And it is not you get by birth. ദൈവത്തിന്റെ സ്നേഹവും കരുണയും ഒക്കെ നാം ആവോളം ആസ്വദിക്കുന്നുണ്ട്. And we are enjoying the love and the mercy of God. ഈ ജ്ഞാനം വേണമെങ്കിൽ, but if you want this wisdom, വാ തുറന്ന് ദൈവത്തോട് ചോദിക്കണം. and you have to open your mouth and request God. അതാണ് യാക്കോബ് തന്റെ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നത്. And that's what Jacob is saying, and James is saying in chapter 1 verse 5. നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭത്സിക്കാതെ ഔദാര്യമായി എല്ലാവർക്കും കൊടുക്കുന്ന ദൈവത്തോട് ചോദിക്കണം. And if any one of you lack wisdom, let him ask of God that giveth to all men liberally, and it shall be given to him. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് ജ്ഞാനം സ്വർഗ്ഗം പകർന്നു തരും. And if you ask in that manner, the heaven will give you the wisdom. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ച പോലെ എത്ര വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണെങ്കിലും, And no matter how educated you are, എത്ര മിടുക്കരും കഴിവുള്ളവരുമെന്ന് ലോകം നിങ്ങളെ അപ്രിഷിയേറ്റ് ചെയ്താലും, maybe the world is appreciating that you are a very smart guy, ഉയരത്തിലെ ജ്ഞാനത്തിന് ഉടമകളായി തീരണമെങ്കിൽ, but if you have to receive the heavenly wisdom, ദൈവസന്നിധിയിൽ കരഞ്ഞു വീണ് ചോദിച്ചു പ്രാപിക്കണം. and you have to cry in the presence of God and request God. അപ്പോൾ തന്നെ ഈ സദൃശ്യവാക്യത്തിൽ പല ഭാഗങ്ങളിലും ജ്ഞാനികളെ കുറിച്ച് പറയുന്നുണ്ട്. At the same time, in the book of Proverbs, it is many times mentioned about other wise people. ഭൂമിയിൽ ഏറ്റവും നിസ്സാരമെന്ന് കരുതുന്നതിന് പോലും ദൈവജ്ഞാനം കൊടുത്തിട്ടുണ്ട്. And anything that is very small in this earth, God has given wisdom. സദൃശ്യവാക്യം 30:24 മുതൽ നാം ഇങ്ങനെ വായിക്കുന്നു. And Proverbs chapter 30 verse 24 onwards. ഭൂമിയിൽ അത്യന്തം ചെറിയവയെങ്കിലും ജ്ഞാനമേറിയവ 4 ഉണ്ട്. And there is 4 things, they are very little in this earth, but they have great wisdom. ഉറുമ്പ് ബലഹീന ജാതിയെങ്കിലും വേനൽക്കാലത്ത് അത് തന്റെ ആഹാരം സമ്പാദിക്കുന്നു. And even though ant is a very feeble being, during the summer times it gathers its food. കുഴിമുയൽ ശക്തിയില്ലാത്ത ജീവിയെങ്കിലും അത് പാറയിൽ തന്റെ പാർപ്പിടമുണ്ടാക്കുന്നു. The conies are feeble folk, but they are building the houses in the rocks. വെട്ടുക്കിളിക്ക് രാജാവില്ലെങ്കിലും അവയൊക്കെയും അണിയായി പുറപ്പെടുന്നു. The locusts have no king, but they go forth all of them by bands. പല്ലിയെ കൈകൊണ്ട് പിടിക്കാം, എങ്കിലും അവ രാജാക്കന്മാരുടെ അരമനകളിൽ പാർക്കുന്നു. The spiders they can hold by their hands, but they are in the king's palaces. നമുക്ക് ഭൂമിയിൽ ഏറ്റവും ചെറിയവയാണെങ്കിലും സ്വർഗ്ഗം അവയ്ക്ക് ജ്ഞാനം പകർന്നിട്ടുണ്ട്. They are little things in this earth, but God has given them wisdom. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ സൃഷ്ടിയായി നിർമ്മിക്കപ്പെട്ട നമുക്കുള്ള ഈ ജ്ഞാനം നാം പ്രകടിപ്പിക്കണം. And therefore, if that is the case, then we who are the creation of God, we should reveal this wisdom of God. നമുക്ക് നോക്കാം ദൈവിക ജ്ഞാനത്തിന്റെ 7 തൂണുകൾ എന്താണെന്ന്.
And let's look into what are the 7 pillars of the wisdom of God. ശലോമോൻ സദൃശവാക്യത്തിൽ പറയുന്നു, In the book of Solomon is saying in the book of Proverbs, ജ്ഞാനത്തിന് 7 തൂണുകൾ ഉണ്ടെന്ന്. and those 7 pillars of wisdom. ആ 7 തൂണുകൾ എന്താണെന്ന് What are those 7 pillars? വർഷങ്ങൾക്കിപ്പുറം അപ്പോസ്തലനായ യാക്കോബാണ് വെളിപ്പെടുത്തുന്നത്. And it is James who is revealing after many years. അതെ, വിശുദ്ധ തിരുവെഴുത്തിലെ എല്ലാ മർമ്മങ്ങളുടെയും വെളിപ്പാടുകൾ പുസ്തകത്തിന്റെ താളുകളിൽ തന്നെ നിങ്ങൾക്ക് കണ്ടെത്താം. And we can see all the mysteries in this world has been revealed in the word of God itself. വചനത്തെ സ്വയം വ്യാഖ്യാനിക്കാതെ, Without self-interpreting the word of God, വചനത്തെ മറ്റുള്ളത് വെച്ച് വ്യാഖ്യാനിക്കാതെ, not interpreting the word with some other things. വചനത്തെ വചനം കൊണ്ട് വ്യാഖ്യാനിക്കുമ്പോൾ, But if you understand the word of God with the word of God, അതാണ് നമ്മെ നിത്യതയിൽ കൊണ്ടെത്തിക്കുന്ന ദർശനത്തിന് ഉടമകളാക്കി മാറ്റുന്നത്. and that is what is going to take us to the eternity, and we'll have a great visionaries. ഇവിടെ യാക്കോബ് തന്റെ ലേഖനത്തിൽ പറയുന്നു, And Jacob is saying, യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 17-ാം വാക്യം, and James chapter 3 verse 17, നാം ഇത് വായിക്കുന്നു ഇവിടെ. and we read here, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സത്ഫലം നിറഞ്ഞതും പക്ഷപാതമില്ലാത്തതും കപടമില്ലാത്തതുമാകുന്നു. the wisdom that is from the above is first pure, then peaceable, gentle, easy to be entreated, full of mercy and good fruits, without partiality and without hypocrisy. ഉയരത്തിൽ നിന്ന് ലഭിക്കുന്ന ജ്ഞാനത്തിന്റെ 7 തൂണുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. And you can see the 7 pillars of the wisdom that you receive from above. ആ 7 തൂണുകൾ ഇതൊക്കെയാണ്. What are the 7 pillars? ഒന്ന് നിർമ്മലം, പ്യുവർ അല്ലെങ്കിൽ വിശുദ്ധം. And first is a pure or holy. 2 സമാധാനം. Second is peace. 3 ശാന്തത. And third is gentleness. 4 അനുസരണമുള്ളത്. And fourth is obedience. 5 കരുണയും സത്ഫലവും നിറഞ്ഞത്, full of mercy, a good fruit or good deeds. And full of mercy and good fruits. ഹല്ലേലൂയ. 6-ാമത്തേത് പക്ഷപാതമില്ലാത്തത്. And sixth is the impartiality. 7 കപടമില്ലാത്തത്. And the 7th is without hypocrisy. ഈ 7 തൂണുകളാണ് ദൈവിക ജ്ഞാനം നമ്മൾ തരുന്ന പ്രത്യേകതകൾ. And these are the 7 pillars that gives us the heavenly wisdom. ഇന്ന് പകൽ നാം ഇതിനെ ഒന്ന് വിശദീകരിക്കാൻ പോകുകയാണ്. And we are going to get into this some നമ്മുടെ part. ജീവിതം, കുടുംബം ഇതനുസരിച്ചാണ് കെട്ടിപ്പടുക്കുന്നതെങ്കിൽ, If we are having our individual life, a family according to this, നിങ്ങളുടെ ആത്മീയ ജീവിതം വിജയിച്ചു. your spiritual life will be victorious. നമ്മുടെ ആത്മീയ ജീവിതത്തെ താങ്ങി നിർത്തേണ്ട, ബലവത്തായി താങ്ങി നിർത്തേണ്ട, ഇളകാതെ നിർത്തേണ്ട 7 തൂണുകളാണിത്. And these are the 7 pillars that should have in our Christian life without it being shaken. ഞാൻ ഇന്ന് പകൽ ചില പ്രായോഗിക തത്വങ്ങളാണ് കൂടുതലും പറയുന്നത്. And I'm going to go into some practical things this morning. നിങ്ങൾ എങ്ങനെയായിരിക്കണം, കുടുംബം എങ്ങനെയായിരിക്കണം, How you should be, how your family should be, നാം എങ്ങനെ ബിഹേവ് ചെയ്യണം how we should behave. എന്നുള്ള പ്രായോഗിക തത്വങ്ങളാണ് പറയുന്നത്. And we're going to go into the practical part today. അവരാണ് ജ്ഞാനികൾ, പ്രയോജനമുള്ളവരാണ് ഇന്ന് രാവിലെ ജ്ഞാനികൾ എന്നറിയപ്പെടുന്നത്. And we can see those people are called the wise people. നമുക്ക് വേഗം പോകാം ഈ 7 തൂണുകളിലേക്ക്. And let us go into the 7 pillars. ഇവിടെ പറയുന്ന പോലെ ഒന്ന്, ഈ തൂണ് നിർമ്മലം അല്ലെങ്കിൽ വിശുദ്ധമാണ്. And first, this pillar is pure or it's holy. വിശുദ്ധിയിലും വേർപാടിലും വേണം നമ്മുടെ ആത്മീയ ജീവിതം നിലനിർത്തേണ്ടത്. And our spiritual life should be in holiness and in order. നാം ഇന്ന് പകൽ നേരത്തെ കേട്ട സന്ദേശവും ഇതുമായി ഒത്തിരി ബന്ധപ്പെട്ടതാണ്. And this message is related to the previous message. ദൈവമക്കളെ, നമുക്ക് ഇന്ന് പകൽ നമ്മെ തന്നെ ശോധന ചെയ്യാം. And this morning, let us examine ourselves. നിങ്ങൾ മറ്റുള്ളവരെ നോക്കിക്കൊണ്ടിരിക്കണ്ട. Don't look into others. എന്റെ രഹസ്യ ജീവിതം എങ്ങനെയിരിക്കുന്നു? How is my secret life? ഞാൻ എന്റെ വിശുദ്ധമായ ജീവിതമാണോ കൊണ്ട് നടക്കുന്നത്? Am I having a holy life? നമ്മൾ ഇന്ന് പകൽ നമ്മോട് തന്നെ ചോദിച്ചാട്ട്, Can you ask yourself? എന്റെ ചിന്തകൾ, എന്റെ വിചാരങ്ങൾ, എന്റെ വികാരങ്ങൾ, എന്റെ ജീവിതയാത്രകളിൽ എന്തെങ്കിലും ദൈവഹിതം ഇല്ലാത്തതുണ്ടോ? Is there anything in my life that is in my thoughts or emotions that is against the will of God? ജ്ഞാനിക്ക് അകത്ത് കണ്ണുണ്ടെന്ന വചനം പറയുന്നേ. The word of God says a wise person have an inner eyes. നിങ്ങൾ ജ്ഞാനത്തിന് ഉടമസ്ഥരാണെങ്കിൽ, If you are a recipient of wisdom, നിർമ്മലമെന്ന തൂണാണ് നിങ്ങളെ താങ്ങി നിർത്തുന്നതെങ്കിൽ, if it is the purity, that pillar that is holding you, നിങ്ങൾക്ക് സ്വയം കാണാനുള്ള കണ്ണുണ്ടായിരിക്കും. and you will have an inner eyes to see that. ഇല്ലെങ്കിൽ നാം അവരന്റെ കുറ്റം കണ്ടുപിടിച്ച് നമ്മുടെ ആയുസ് തീർക്കും. Otherwise, other people are going to find our mistakes all through our life. യേശുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, In the words of കണ്ണിൽ Jesus, വലിയ കോലിരിക്കുമ്പോൾ അവരന്റെ കണ്ണിലെ ചെറിയ കരട് തേടി നാം നടക്കും. hallelujah, when they have a log of wood in their eyes, they're looking for a little speck in my eyes. ഇന്ന് രാവിലെ ജ്ഞാനിക്ക് തലയിലും ഉള്ളിലും
ഉള്ളിലും കണ്ണുണ്ട്. For a wise man there is an inner eye. നമുക്ക് നമ്മുടെ ഉള്ളിലേക്കൊന്ന് നോക്കാം. Can we look into our hearts? ആരെക്കുറിച്ചെങ്കിലുള്ള മുൻവിധിയും വെറുപ്പും വിദ്വേഷം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണോ അകം? Is our hearts filled with prejudice or any thoughts against other people? അതോ ക്രിസ്തുവിന്റെ സ്നേഹമാണോ നമ്മുടെ അകത്ത് നിറഞ്ഞു കവിയുന്നത്? Or is it the love of Christ that is in our hearts? ദൈവമക്കളെ, നമ്മെ തിരഞ്ഞെടുത്ത് തന്നെ എന്തിനാണെന്ന് അറിയാമോ? Children of God, do you know why were we chosen? എഫേസ്യ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. In the book of Ephesians we read like this. നാം വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിനാൽ ലോക സ്ഥാപനത്തിന് മുമ്പ് ക്രിസ്തുവിൽ ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. The Lord chose us before the foundation of this world so that in Jesus Christ we'll be holy and blameless. ഞാൻ എല്ലായിടത്തും പറയുന്ന എപ്പോഴും പറയുന്ന കാര്യം ആവർത്തിക്കുന്നു. And let me repeat what I say other places. പെന്തിക്കോസ്തുകാരന്റെ മുഖമുദ്ര അഭിമാനം എന്ന് പറയുന്നത് വിശുദ്ധിയാ. And it is the honor for a Pentecostal person to be holy. പഴയ കാലത്ത് അല്ലെങ്കിൽ ആരംഭകാല പെന്തിക്കോസ്തുകാരൻ വിശുദ്ധിക്ക് വേണ്ടി ഒത്തിരി മുന്നിൽ നിന്നു. And the old time Pentecostals, they were standing for holiness. അവർ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി വന്നപ്പോൾ, when they started their faith journey, ഈ ദിവസങ്ങളിൽ പല സ്ഥലത്തും ഞാൻ ആവർത്തിച്ച ഒരു സന്ദേശം ഇതിനോട് ചേർത്ത് പറയുന്നു. And let me repeat a message that I've mentioned other places. ആഭരണ വർജനം ആഡംബര വർജനം എന്ന രണ്ട് വിഷയത്തിലാണ് അവർ ഊന്നൽ കൊടുത്തത്. And they are focusing based on ornaments also there. അല്ലെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ അവർ മുൻതൂക്കം കൊടുത്തു. And they were giving importance to that. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പുറത്തിറങ്ങിയ വിശ്വാസികൾ സ്ത്രീകൾ കഴുത്തും കാതും കയ്യിലുമുള്ള ആഭരണങ്ങൾ വലിച്ചെറിഞ്ഞ് വെള്ളവസ്ത്രം ധരിച്ച് പുറത്തു നടക്കുമ്പോൾ ലോകം പറഞ്ഞു അവർ വിശുദ്ധരാണ്. And the Pentecostals who came out at that time, they took out all the jewelry and they started walking for the Lord. They said these are Pentecostals. പുരുഷന്മാർ പൗരുഷത്തിന്റെ അടയാളമായിരുന്ന മീശയൊക്കെ വടിച്ച് മുഖമൊക്കെ ക്ലീൻ ഷേവ് ചെയ്ത് വെള്ളവസ്ത്രം ധരിച്ച് പുറത്തിറങ്ങിയപ്പോൾ ലോകം പറഞ്ഞു വിശുദ്ധൻ പോകുന്നു. And when a man was started the journey in Christ, they took out the mustache and everything and was clean shaven and white dress. നല്ല കാര്യം, പുറമെയുള്ള വ്യത്യാസങ്ങൾ നല്ല കാര്യം. It is good to have external things. അതിലൊരു കുറവുമില്ല. And there is no lack in that. ആഭരണ വർജനവും നടത്തി ആഡംബര വർജനവും നടത്തി. And they put away all the jewelry as well as all the celebratory things. കാലപ്പഴക്കത്തിൽ ഈ ആഭരണ വർജനവും ആഡംബര വർജനവും വെറും മുറിച്ചു മാറ്റിയ കൊമ്പായിരുന്നു പലർക്കും. But in the later times it became a totally different meaning about all the jewelry and all the other things. ഞാൻ ഈ ദിവസങ്ങളിൽ പറയുന്ന പോലെ ഞങ്ങളുടെ വീടിന്റെ ബാക്കിലും കുറച്ച് കൃഷിയൊക്കെ ഉണ്ട് ചെറുതായിട്ട്. In our house in the backyard there is a little garden. ഇടയ്ക്ക് രേഷ്മ പോയി ഈ കറിവേപ്പിലിന്റെ കമ്പൊക്കെ മുറിച്ചോണ്ട് വരുന്ന കാണാം. And I can see Rashma going there and bringing this curry leaves. ഒരു ചെറിയ മുരിങ്ങയുണ്ട്, അതിന്റെ കമ്പ് മുറിക്കുന്നുണ്ട്. And there is a small plant and that branch has been cut. രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അതിലും പൂർവാധികം ശക്തിയോടെ അത് പൊട്ടി മുളച്ചു വന്നു. And after 2 weeks it came out even stronger. ഇതാണ് നാം ഉപേക്ഷിച്ച പല പാപങ്ങളും. And these are the things that we have forsaken. വേണ്ട എന്ന് വെച്ച പലതും പൂർവാധികം ശക്തിയോടെ പൊട്ടി മുളച്ചു വന്നു. And whatever we have forsaken now it's coming back up. നാം മാറ്റി വെച്ച പലതിന്റെയും സ്ഥാനത്ത് അതിനേക്കാൾ വിലയും വിലപിടിപ്പുമുള്ള പലതും മുളച്ചു വന്നു. And whatever we had put it away and now we are bringing things of more higher price than that. അതുകൊണ്ട് നമ്മുടെ നാം ഉപേക്ഷിച്ച പലതും മുറിച്ചു മാറ്റിയ വെറും കൊമ്പുകളായിരുന്നു. And therefore we looks like just branches with something cut. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, that's what Jesus said. നിങ്ങൾ എങ്ങനെയായിരിക്കണം പാപത്തെ ജയിക്കേണ്ടത്? How should be victorious over sin? യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചില്ലേ? And in John the Baptist preached. അല്ല, യോർദാന്റെ തീരത്ത് മുഴങ്ങിക്കേട്ട യോഹന്നാന്റെ പ്രസംഗം. And the John's message that was in the river Jordan. പിന്നാലെ ഒരുത്തൻ വരുന്നുണ്ട്. There is one following me. അവൻ പരിശുദ്ധാത്മാവ് കൊണ്ടാണ് ശുശ്രൂഷിക്കാൻ പോകുന്നത്. He is going to minister in the Holy Spirit. വൃക്ഷങ്ങളുടെ ചുവടിന് കോടാലി വെക്കണം. Hallelujah, you have to put the axe at the root of the tree. കൊമ്പ് മുറിക്കുന്നതല്ല വിശുദ്ധി. Hallelujah, just not cutting the branch is holiness. പാപത്തിന്റെ വേര് അറുത്തു മാറ്റണം. And you have to cut the sin at the root. രണ്ടാമതൊന്ന് പൊട്ടിമുളയ്ക്കാതെ വണ്ണം. Hallelujah, unless it starts spring again. ഉപേക്ഷിച്ചത് മടങ്ങി വരാതെ വണ്ണം. Unless you forsake those things. പാപത്തെ അതിന്റെ ഇച്ഛകളെ പ്രലോഭനങ്ങളെ അതിന്റെ തായ്വേര് അറുത്തു മാറ്റണം. And you have to cut the sin with its roots and all its other things. നമ്മുടെ ജീവിതയാത്ര മുഴുവൻ ജീവിത വസ്ത്രത്തിൽ കറപുരളാതെ കൊണ്ടുപോകണം. And our dress should be without any spots. എങ്കിലേ നമുക്ക് ജയോത്സവമായ ക്രിസ്തു ജീവിതം നയിക്കാൻ പറ്റൂ. Then only we'll have a victorious Christian life. അതെ, ഒന്നാമത് ജ്ഞാനത്തിന്റെ തെളിവാണ് അല്ലെങ്കിൽ നിർമ്മലവും വിശുദ്ധമായ തൂണിൽ അടിസ്ഥാനമാക്കണം. And we can see that for first pillar of wisdom, that is purity, we should be having that. വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബ ബന്ധത്തിലും സാമൂഹിക ബന്ധത്തിലും വിശുദ്ധി പരിവേഷമായി കൊണ്ട് നടക്കണം. In our personal life, family life, and community life, you should protect holiness. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. Blessed are the pure in heart, they shall see God. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. Without holiness, no one is going to see God. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. It is the will of God, your sanctification. അതെ, ഒന്നാമത്തെ തൂണ് നിർമ്മലം വിശുദ്ധം എന്ന തൂണാണ്. And first pillar is
of wisdom is purity. രണ്ടാമത്തെ ജ്ഞാനത്തിന്റെ തൂണ് സമാധാനം. And the second pillar of wisdom is peace. ഇന്ന് പകൽക്കാലം നിങ്ങൾ ജ്ഞാനിയാണെന്നതിന്റെ തെളിവ് എന്താണ്? And what is the proof that you are a wise പ്രിയരെ, person? നമ്മുടെ ഉള്ളിൽ സമാധാനം ഉണ്ടോ? Is there peace inside your heart? ശരീരത്തിൽ രോഗം കാണും, എപ്പോഴും കുത്തുവാക്കുകളും നിന്ദവാക്കുകളും അപമാനത്തിന്റെ നടുവിലായിരിക്കും നീ ജീവിക്കുന്നത്. Maybe you have sickness in your body and you're living in the midst of some ridicule. വാടിയ മുഖവും കറുപ്പിച്ച മുഖത്തിന്റെയും എണ്ണം ദൈനംദിനം ചുറ്റുപാടും കൂടുന്നുണ്ടായിരിക്കാം. And there might be doomy and gloomy situations around you. പക്ഷെ നാം പ്രാപിച്ചിരിക്കുന്ന ഉയരത്തിലെ ജ്ഞാനത്തിന്റെ വിശേഷത, But the beauty of the wisdom that we receive from നമ്മുടെ ഉള്ളിൽ above. സമാധാനം കൊണ്ടുവരുന്നതാണ് ജ്ഞാനം. Hallelujah. That's wisdom brings peace in our hearts. മനസ്സിലെ എന്റെ ശ്രോതാക്കളോട് ഞാൻ ചോദിക്കുന്നു, Let me ask the audience. നാം എങ്ങനെയാണ് മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുന്നവരോ ഹല്ലേലൂയ, അതോ മറ്റുള്ളവർക്ക് അസ്വസ്ഥത ഉളവാക്കുന്നവരോ? Are we people imparting peace to others or giving other things to them? നിങ്ങൾക്കും സമാധാനമില്ല, നിങ്ങൾ കുടുംബത്തിലുള്ളവർക്കും സമാധാനം കൊടുക്കുന്നില്ലെങ്കിൽ, If you have no peace and if you're not giving peace to the people in the family, നിങ്ങളും അസ്വസ്ഥരാണ്, ചുറ്റുപാടുമുള്ളവരെ നിങ്ങൾ അസ്വസ്ഥരാക്കുന്നുവെങ്കിൽ, and if you are chaotic and the other people around you are chaotic, നിങ്ങൾക്ക് ഉയരത്തിലെ ജ്ഞാനമില്ല. you do not have the wisdom from ജ്ഞാനം above. തരുന്ന രണ്ടാമത്തെ തൂണാണ് സമാധാനം. Hallelujah. The second pillar of wisdom is peace. അതുകൊണ്ട് മത്തായി 5:9 യേശു ഇങ്ങനെ പറഞ്ഞു, Matthew 5:9, Jesus saying, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവരാണ് ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുന്നത്. Blessed are the peacemakers, for they shall be called the children of God. ഞാൻ പറയട്ടെ, Let me say, വീട്ടിൽ കലഹമുണ്ടാക്കിയിട്ട് സഭയിൽ കലക്കമുണ്ടായിട്ട് മറ്റുള്ളവരുടെ അപമര്യാദയെ പെരുമാറിയിട്ട് ആർക്കും സ്വസ്ഥത കൊടുക്കാതെ ഇരുന്നാൽ നാം അങ്ങനെ ദൈവത്തിന്റെ മക്കളാകും? if you are creating quarrel in the family and quarrel in the church and everywhere, how can you give peace to other people? മാതാപിതാക്കളോട് നമുക്ക് സ്വസ്ഥതയില്ലെങ്കിൽ, If we do not have peace with our parents, അമ്മാവിയമ്മ മരുമക്കൾ ബന്ധത്തിനകത്ത് സ്വസ്ഥതയില്ലെങ്കിൽ, if we have no peace in the relationship with your mother-in-law and ഞാൻ daughter-in-law, ദൈവ പൈതലാണെന്ന് പ്രസംഗിച്ചു പറഞ്ഞുകൊണ്ട് നടന്നാൽ സ്വർഗം പ്രസാദിക്കത്തില്ല, മുഖം തിരിച്ചു കളയും. if I am saying and preaching that I am the child of God, the heaven is not going to be pleased, the heaven is going to turn the face അതുകൊണ്ട് away. ഇന്ന് പകൽക്കാലം ജ്ഞാനികളെ അല്ലെങ്കിൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ അകത്ത് നിറയണം. Oh, wise people, let the peace that passeth all understanding overflow your hearts. അപ്പോൾ തന്നെ നാം സമാധാന പ്രിയരായി കഴിയുമെങ്കിൽ എല്ലാവരോടും സമാധാനം ആചരിക്കണം. And if it is possible, be at peace with everyone. കഴിയുമെങ്കിൽ എല്ലാവരോടും സമാധാനം ആചരിക്കണം. If possible, be at peace with everyone. അപ്പോൾ ഒന്നാമത്തെ തൂണ് അല്ലെങ്കിൽ നിർമ്മലം എന്ന തൂണ്, And first pillar is the pillar of purity. രണ്ടാമത്തെ തൂണ് സമാധാനം എന്ന തൂണ്. And second pillar is the pillar അധികം of peace. വിശദീകരണം ആവശ്യമില്ല, ഞാൻ മുന്നോട്ട് പോകട്ടെ. Let me go forward. മൂന്നാമത്തെ ജ്ഞാനത്തിന്റെ തൂണെന്ന് പറയുന്നത് And the third pillar of wisdom, ശാന്തത, ജെന്റിൽനെസ് ഓർ ക്വയറ്റ്നെസ് എന്ന് പറയുന്നത്. it is quietness or gentleness. ഈ മക്കളെ, ശാന്തത എന്ന് പറയുന്നത് ദൈവമക്കളുടെ ഒരു സ്വഭാവമാണ്. Children of God, quietness is a character of the children of God. നമുക്കിതിനെ സൗമ്യത, വിനയം, സാവധാനത, എളിമ എന്നൊക്കെ വിളിക്കാം. And we can call it meek, lowly, and all gentleness and all those things. അപ്പോൾ എല്ലാവരും തെറ്റിദ്ധരിക്കും, ശാന്തത എന്ന് പറയുന്നത് മൗനമായി എല്ലായ്പ്പോഴും ഇരിക്കുന്നതല്ല. And sometimes there is a misunderstanding that quietness doesn't mean that you're quiet all the time. ഓ സഹോദരനെ നോക്കിയാട്ടെ, സഹോദരനെ നോക്കട്ടെ, എന്തൊരു ശാന്തനാണ്, എന്തൊരു ശാന്തയാണ്. Oh, look at the brother, look at the sister, how quiet he or she is. എന്ത് ചോദിച്ചാലും വായും പൂട്ടിയിരിക്കും. And whatever you ask, he just didn't open the mouth. പക്ഷെ ആരറിയുന്നു അകത്ത് ആറ്റം ബോംബാണ് കൊണ്ടു നടക്കുന്നത്. And who knows, it's a kind of a bomb inside his heart. പക്ഷെ ശാന്തത എന്ന് പറയുന്നത് But quietness means മിണ്ടാതിരിക്കുന്നതല്ല, not to sit quiet. പറയേണ്ടത് പറയേണ്ട സമയത്ത് പറഞ്ഞിരിക്കണം. And whenever it's time to speak, you need to speak. ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്തിരിക്കണം. And when you have to do something at the time, do പക്ഷെ അത് it. എടുത്തുചാട്ടത്തോടെ ആകരുത്, And not with a sudden jump. ധാർഷ്ട്യത്തോടും ദുരഭിമാനത്തോടും ആകരുത്, And not with wrath and all other kind of things. മറിച്ചു വിനയത്തോടും താഴ്മയോടും സാവകാശത്തോടും കൂടെ ആയിരിക്കണം. And on the other hand, it should be with humility and meekness. ദൈവം വെറുക്കുന്ന പാപമാ അഹങ്കാരവും നിഗളവും ഗർവവും ഒക്കെ. And God hates the pride, arrogance, and haughtiness. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. And that's the word of God says, God resists the proud. ദൈവമക്കളെ, മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠരെന്നെണ്ണണം. Children of God, count other people greater than us. വിദ്യാഭ്യാസം, അവരുടെ നിറവും പൊക്കവും വണ്ണവും നോക്കരുത്. And do not look at the education, color, or height, or weight, or anything like that. കരുത്തനായ പ്രവാചകനായ ശമൂവേലിനോട് പോലും ദൈവം പറഞ്ഞു. And even to Samuel, God said. ദൈവിക തിരഞ്ഞെടുപ്പ് പൊക്കത്തിന്റെ അടിസ്ഥാനത്തിലല്ല. And the selection of God is not according to your ദൈവത്തിന്റെ personality. തിരഞ്ഞെടുപ്പ് നീളത്തിന്റെയും വണ്ണത്തിന്റെയും അല്ല അറിവിന്റെ അടിസ്ഥാനത്തിലല്ല. And the selection of God is not according to your education or according to how tall or all those things. അഭിഷേകത്തിന്റെ തൈലം തലയിലൊഴിച്ചാൽ അത് കൊണ്ടു നടക്കുന്നവരെയാ ദൈവത്തിന് വേണ്ടത്. Hallelujah. If you have poured the oil of anointing, you need to carry that. ദാവീദിനെ തിരഞ്ഞെടുക്കുവാൻ പോയ ശമൂവേലിനോട് അതല്ലയോ ദൈവം ദൂത് പറഞ്ഞത്. And that's what God told
Samuel as David was chosen. തിടുക്കത്തോടൊന്നും ചെയ്യരുത്. Do not do anything quickly. അല്പസമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നാലും, Even though you have to wait for a little bit. സാവധാനത്തോടെ ശാന്തതയോടെ ഇരുന്നു കഴിഞ്ഞാൽ, And if you are patient and be quiet. രാജ്യങ്ങളെ കീഴ്പ്പെടുത്തുന്ന അധികാരികളെ കാട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. And God has a plan to bring back the enemies and everything under control. ദൈവമക്കളെ, മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണണം. Children of God, count other people greater than us. പുറമേ നോക്കി അളക്കരുത്. And do not count anybody from the external appearance. നമ്മുടെ വാക്കുകളൊക്കെയും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തുന്നതുമായിരിക്കണം. Our words should be like salt, full of grace. യേശുവാ നമുക്ക് മാതൃക. And Jesus is our example. യേശുവിന്റെ മൗനം എന്ന് പറയുന്നത് തന്നെ ഉപദ്രവിക്കുന്നവരുടെ നടുവിലായിരുന്നു മൗനം. And Jesus, we know that when he was persecuted, he was kept quiet. പക്ഷെ പറയേണ്ട സ്ഥാനത്ത് യേശുവിന്റെ വാക്കുകൾ ചാട്ടുളി പോലെ മറ്റുള്ളവരുടെ അകത്ത് തുളച്ചു കയറി. But when it was time to speak, he used to speak words that was piercing in the heart. എന്ന് പറയുന്നത് ഒരു സ്വഭാവമാണ്. And quietness, that is a character. ആത്മസംനയത്തോടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ആത്മീയ അവസ്ഥ. And it is a spiritual life that dealing with spiritual matters, with spiritual ഒരു maturity. സെൽഫ് കൺട്രോൾ നമുക്കുണ്ടായിരിക്കണം. We need to have a self control. ഇതാണ് മൂന്നാമത്തെ ജ്ഞാനത്തിന്റെ തൂണ്. And this is a third pillar of wisdom. നാലാമത്തെ ജ്ഞാനത്തിന്റെ തൂണ് And the fourth pillar of wisdom, അനുസരണം അല്ലെങ്കിൽ ഒബീഡിയൻസ്. it is obedience. അതിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്. And there is another meaning for that. വില്ലിംഗ് ടു yield, കീഴ്പ്പെടുവാൻ, വിനയപ്പെടുവാൻ, ഏൽപ്പിച്ചു കൊടുക്കുവാനുള്ള മാനസിക അവസ്ഥ. And it is a mind to willing to yield. ഇതാണ് ജ്ഞാനത്തിന്റെ വേറൊരു ലക്ഷണം. And this is the sign of wisdom. പല കുടുംബങ്ങളും തകർന്നുകൊണ്ടിരിക്കുന്നത്, And why the families are breaking apart. പല സഭകളും ചിതറിക്കൊണ്ടിരിക്കുന്നത്, Why churches are splitting. കൂടെ നടന്നവർ ഇപ്പോൾ പിരിഞ്ഞു നടക്കുന്നത്, Why people who walk with you are not with you anymore. പിടിവാശികളുടെ കാരണമാണ്. Because they want to grab something. സ്വന്തം തെറ്റ് സമ്മതിക്കാത്തതാണ് അതിന്റെ കാരണം. Because they don't want to confess their mistakes. പരസ്പരം പഴിചാരി രക്ഷപ്പെടുകയാണ്. And they are accusing each other and escaping. ആദം പറയുന്നു ഹവ്വയാണ് കാരണം. Adam is saying it is Eve. ഹവ്വ പറയുന്നു പാമ്പാണ് കാരണം. And Eve is saying it is serpent. തലമുറയായി കൈമാറുന്നു. And now this baton has been passed through generations. ഒരു മനുഷ്യനും സ്വന്തം കുറ്റത്തെ കൊണ്ട് ബോധ്യം വരുത്തുന്നില്ല. And no person is able to confess their own sin. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, Apostle Paul says, ഏത് പാപം എടുത്താലും ആ പാപത്തിൽ ഞാൻ ഒന്നാമനാണ്. and no matter what sin it is, I am number one in that sin. അതുകൊണ്ടല്ലേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിരൽ ചൂണ്ടി ചോദിക്കുന്നത്, And that is why the Holy Spirit is pointing the finger. തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? Is there anyone who understands his mistakes? തന്റെ സ്വന്തം പാപം ബോധ്യമുള്ള ആരെങ്കിലും ഉണ്ടോ? Is there anyone who is acknowledging the sin? അങ്ങനെ ഇന്ന് പകൽ ബോധ്യം വരുന്നില്ലെങ്കിൽ If you do not understand that, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാട്ട്, you pray with tears. കർത്താവേ, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി അടിയനെ മോചിപ്പിക്കണമേ. Oh Lord, please reveal the hidden sins and please forgive me. ഏതെങ്കിലും മറഞ്ഞിരിക്കുന്ന പാപങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. Oh Lord, if there is any hidden sins, please rescue me out of this. സ്വമേധ പാപങ്ങൾ, the sins which is easily entangling me and binding me, I need to be delivered from the clutches of that form of sin. അങ്ങനെയുള്ള പാപങ്ങളിൽ നിന്ന്, സ്വമേധ പാപങ്ങളിൽ നിന്ന് എന്നെ ഒന്ന് വിടുവിക്കണമേ. Oh God, please deliver me from the sins that entangles me. ഇന്ന് പകൽക്കാലം അല്ലല്ലേ നമുക്കൊരു അനുസരണമുള്ളവരായി മാറാം. Oh, this morning let us be obedient. അല്ലല്ലേ, willing to yield, അല്ലല്ലേ, കീഴ്പ്പെടുവാൻ, വിനയപ്പെടുവാൻ, ഏൽപ്പിച്ചു കൊടുക്കുവാൻ. And willing to yield, willing to surrender. ഞാൻ പറയുന്നിടം മാത്രം ജയിക്കണമെന്നല്ല, And not to be victorious in whatever we say. മറ്റുള്ളവരെ കൂടെ ശ്രദ്ധിക്കാനുള്ള മനോഭാവം. And to have attention to other people also. ഞാനാണ് ഓവർ സ്മാർട്ട്, എന്നെ ആരും ഒന്നും പഠിപ്പിക്കേണ്ട എന്നുള്ള ഭാവമല്ല. And not to think that you are over smart. മറ്റുള്ളവരിൽ നിന്നും കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഭാവം. And you have to have an attitude to listen and learn from others. അനുസരണം കൊണ്ടാണ് നിങ്ങൾ വീട് പണിയുന്നതെങ്കിൽ, If you are building your house with obedience, വിധേയപ്പെടുന്ന, ഏൽപ്പിച്ചു കൊടുക്കുന്ന, അംഗീകരിക്കുന്ന സ്വഭാവം കൊണ്ടാണ് കുടുംബം പണിയുന്നതെങ്കിൽ, if you are building your family with willing to yield and അവിടെ to ദൈവത്തിന്റെ ഐശ്വര്യവും നന്മയും ഇറങ്ങി വരും. over there the blessings of God will come down. ഭർത്താവിനെ അനുസരിക്കാത്ത ഭാര്യമാരുടെ എണ്ണം കൂടുന്നു. And the wives who are not obeying the husbands now is increasing. ഭാര്യമാരെ ബഹുമാനിക്കാത്ത ഭർത്താക്കന്മാരുടെ എണ്ണം കൂടുന്നു. And the number is increasing of the husbands who do not honor the wives. മാതാപിതാക്കളെ ബഹുമാനിക്കാത്ത, സ്നേഹിക്കാത്ത തലമുറകൾ വളർന്നു വരുന്നു. It is increasing the generations who do not honor the parents. കേൾക്കുന്ന ശ്രോതാക്കളെ, Oh audience who's listening to me, മാസ്റ്റേഴ്സും പ്രൊഫഷണൽ എബിലിറ്റി ഒന്നുമല്ല ദൈവം
ദൈവം നോക്കുന്നത്. God is not looking at your education, masters, or anything like that. ഇതൊന്നുമല്ല ദൈവത്തിന്റെ അപ്രൂവൽ സർട്ടിഫിക്കറ്റ് പിടിച്ചോണ്ട് വരുന്നത്. And that is not what's going to get the approval certificate from God. ദൈവിക ജ്ഞാനം പ്രാപിച്ചവർ പരസ്പരം വിധേയപ്പെടും. Hallelujah. If you have received the heavenly wisdom, you will be each other victorious. ദൈവിക ജ്ഞാനം പ്രാപിച്ചവർ അന്യോന്യം ബഹുമാനിക്കുന്നവരായിരിക്കും. And people who have the heavenly wisdom, you will respect each other. ദൈവവചനത്തിന് വിനയപ്പെടണം. But you have to humble to the word of God. ദൈവ ആലോചനയെ മറുത്തു കളയരുത്. Do not deny the counsel of God. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. Do not grieve the Holy Spirit. ഇന്ന് പകൽക്കാലം അനുസരിക്കുന്നവർക്ക് ദൈവം ആത്മാവിനെ കൊടുക്കുന്നെന്ന് വചനം പറയുന്നു. And the word of God is saying people who are obedient, God will give the Holy Spirit to them. പ്രാപിച്ച് അഭിഷേകം കൊണ്ടു നടക്കണമോ? And if you have to carry this holy anointing, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ ജഡത്തിന്റെ ഇഷ്ടം നിവർത്തിക്കയില്ല. Listen to the Holy Spirit, then you will not fulfill these things of the flesh. ആത്മാവിനെ അനുസരിച്ച് നടന്നില്ലെങ്കിൽ, if you are not to listen to the Holy Spirit, ജഡത്തിന്റെ ഇച്ഛകളും ഫലങ്ങളുമായിരിക്കും ജീവിതത്തിൽ കായ്ക്കുന്നത്. and what you're going to see in your life is the works of the flesh and the fruits of the flesh. അതുകൊണ്ട് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിനെ നമുക്ക് വിധേയപ്പെടാം. Oh, therefore let us surrender to the Holy Spirit this morning. കരുത്തനായ അപ്പോസ്തലൻ, and this apostle Paul was a great man. ഹല്ലേലൂയ, ആത്മാവിൽ നിറഞ്ഞവനാണ്. He was filled with the Spirit. അന്ത്യോക്യയിലെ സഭയിൽ പ്രവചന ശുശ്രൂഷ നടത്തുന്നവനാണ്. He was a person who had a prophetic ministry in the Antioch church. ബർന്നബാസിൽ ശക്തനായ ദേവദാസന്മാരാണ്. And Barnabas was a great man of God. അപ്പോസ്തലപ്രവൃത്തി 16 അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. Acts of Apostles chapter 16 read. പൗലോസും ശീലാസും ഒരുമിച്ച് യാത്രയിലാണ്. And Paul and Silas, they were journeying together. ആത്മാവിൽ ശുശ്രൂഷിക്കുന്നവർ, and they were ministering in spirit. രോഗശാന്തി ശുശ്രൂഷ ചെയ്യുന്നവർ, then they were having healing things. സഭകൾ സ്ഥാപിക്കുന്നവർ, they were establishing churches. ദൈവിക ലേഖനങ്ങൾ ദൈവത്തിന് വേണ്ടി എഴുതുന്നവർ, people who were writing epistles. പക്ഷേ പരിശുദ്ധാത്മാവരോട് പറയുന്നു, but the Holy Spirit is telling them, ആസിയിൽ വചനം പ്രസംഗിക്കണ്ട ഇന്ന്. and you have to preach the word of God in Asia today. no need to ആസിയിൽ വചനം പ്രസംഗിക്കരുത്. do not speak the word of God in Asia. ബിഥുനിയിൽ വചനം പ്രസംഗിക്കണ്ട. do not speak the word of God in Bithura. എന്ന് പറയുമ്പോൾ തിരിച്ച് തർക്കിക്കാതെ ആത്മാവിനെ അനുസരിക്കുന്നവരാ ദൈവദാസന്മാർ. but they were not going back and arguing with the Holy Spirit, but they were obedient. That is the children of God. ഉയരത്തിലെ ജ്ഞാനം നമുക്ക് തന്ന ബോധ്യം എന്ന് പറയുന്നത് അനുസരണത്തിൽ വേണം കുടുംബം പണിയുവാൻ. Hallelujah. The conviction that we have heavenly wisdom is that you have to build your house in wisdom. അതുകൊണ്ട് വചനം പറയുന്നു, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. and therefore the word of God says, the children of God, obey your parents. That is right. അവരുടെ വിദ്യാഭ്യാസം നോക്കണ്ട. don't look at your education. അവരുടെ ലാംഗ്വേജ് നോക്കണ്ട. don't look at the language. അവരുടെ ആസ്തിയും കഴിവും നോക്കണ്ട. don't look at what the greatness is. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ജന്മം തന്ന നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ പൂർണ്ണമായി ബഹുമാനിച്ചിരിക്കണം. and you have to honor your parents who brought you in this world. അതുകൊണ്ടാണ് വചനം പറയുന്നത്, obedience is better than sacrifice. ഹല്ലേലൂയ, യാഗം അർപ്പിക്കുന്നതിനേക്കാൾ സ്വർഗ്ഗം പ്രതീക്ഷിക്കുന്നത് അനുസരിക്കുന്നതാണ്. therefore the word of God says obedience is better than sacrifice. വചനം അനുസരിക്കാത്ത എന്റെ കയ്യടി ദൈവത്തിന് വേണ്ട. and God doesn't need my clapping if I don't obey him. മാതാപിതാക്കളെ അനുസരിക്കാത്ത എന്റെ പാട്ട് ദൈവത്തിന് വേണ്ട. if I don't obey the parents, God doesn't want the songs. മറ്റുള്ളവരെ ശ്രദ്ധിക്കാത്ത എന്റെ പ്രസംഗം ദൈവത്തിന് വേണ്ട. if I don't pay attention to the people, he doesn't want my preaching. ഭർത്താവിനെ അനുസരിക്കാത്ത ബഹുമാനിക്കാത്ത നാം ചെയ്യുന്ന ചാരിറ്റി വർക്കൊന്നും ദൈവത്തിന് വേണ്ടെന്നേ. if charity works is not pleasing God, God doesn't need it. ജ്ഞാനത്തിന്റെ ലക്ഷണമാണ് അനുസരണമുള്ളവരായിരിക്കണം. hallelujah. The sign of wisdom is that you are obedient. willing to yield, വിനയപ്പെടുവാൻ വിധേയപ്പെടുവാൻ തയ്യാറായിരിക്കണം. willing to yield, willing to be humbling yourself. അഞ്ചാമത് എന്താണ് ജ്ഞാനത്തിന്റെ അഞ്ചാമത്തെ തൂണ്? and what is the fifth pillar of wisdom? കരുണയും സത്ഫലവും. mercy and good fruits. praise the Lord. കരുണയുള്ളവരും സത്ഫലം നിറഞ്ഞവരുമായിരിക്കും ജ്ഞാനം നിറഞ്ഞവര്. people who are full of wisdom are full of mercy and good fruits. ദൈവിക ജ്ഞാനം നിറഞ്ഞവന്റെ ലക്ഷണമാ കരുണയോടും ആർദ്രതയോടും കൂടെയുള്ള പെരുമാറ്റ ജീവിതം. a sign of person who is filled with wisdom is having mercy and compassion. വേദനിക്കുന്നവരുടെ വേദനയിൽ പങ്കുചേരുന്നവരായിരിക്കും അവർ. and he will be a person who is sharing the burden pain of the other person's pain. കരയുന്നവരോടുകൂടെ കരയുന്നവരായിരിക്കും ആ ജ്ഞാനം നിറഞ്ഞവർ. and that person will be crying with the person who is crying. ഹൃദയകാഠിന്യമുള്ളവരാ ദുഷ്ടനും മടിയനുമായ ദാസൻ എന്ന വചനം പറയുന്നത്. and a person who is strong hard hearted, he's saying that he's lazy. വചനം പറയുന്നു, നിങ്ങൾ എളിയവരുടെ നിലവിളിക്ക് ചെവി പൊത്തിക്കളഞ്ഞാൽ നിങ്ങളുടെ നിലവിളിയും ദൈവം കേൾക്കുകയില്ല. and the word of God says that if you do not listen to the poor, God will not listen to your prayers. പ്രിയമുള്ളവരെ, മറ്റുള്ളവരുടെ കഷ്ടങ്ങളിൽ നിങ്ങൾക്ക് അവരോട് അലിവ് തോന്നാറുണ്ടോ? children of God, are you having compassion when other people are going through afflictions? വേദന നിങ്ങളുടെ ദുഃഖമായി മാറിയിട്ടുണ്ടോ? As other people's pain become your pain? ആരെങ്കിലും ഒരു പ്രാർത്ഥനാ വിഷയം നിങ്ങളോട് പറയുമ്പോൾ
when somebody tells you a prayer request, അവരനുഭവിക്കുന്ന വേദന നിങ്ങൾ അനുഭവിച്ച് പ്രാർത്ഥിക്കാറുണ്ടോ? are you able to share that pain other person is അതോ having? കുറെ പ്രയർ ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇത്രയും പ്രാർത്ഥിച്ചു എന്ന് ലിസ്റ്റ് ഉണ്ടാക്കുകയല്ല ദൈവത്തിന് വേണ്ടത്. And God just doesn't want a prayer list. ഒരു ദിവസം ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുള്ളെങ്കിലും, Even though you're praying for one person one day, ഒരു ദിവസം ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുള്ളെങ്കിലും, praying for only one topic one day, അവരുടെ വേദനയെ അറിഞ്ഞ് ആ ഷൂസിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയാൽ സ്വർഗം സന്തോഷിക്കും. and if you're understanding the pain of that person, then heaven will be happy with you. മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളിൽ നിങ്ങൾക്ക് അവരോട് അലിവ് തോന്നാറുണ്ടോ? Do you have compassion when people have going through ഞാൻ ആരംഭത്തിൽ afflictions? ഓർപ്പിച്ചല്ലോ, ഇതൊരു റിവൈവൽ പ്രസംഗമല്ല, ഇതൊരു പ്രായോഗിക ചിന്തകളാണ് ഞാൻ പങ്കുവെക്കുന്നത്. I told you earlier that this is not a revival message but a practical message. നിങ്ങളുടെ ഭാര്യ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ സഹോദരന്മാരെ നിങ്ങൾക്ക് അവരോട് അലിവ് തോന്നാറുണ്ടോ? Husbands, when your wives are coming home after a day's work, are you compassionate towards them? നിങ്ങൾ അവരോട് സ്നേഹത്തോടെ പെരുമാറാറുണ്ടോ? Are you dealing with them in love? നിങ്ങളുടെ ഭർത്താവ് പകലന്തിയോളം ജോലി ചെയ്തിട്ട് ഭവനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ നിങ്ങൾ അവരോട് എങ്ങനെ പെരുമാറുന്നത്? വീർപ്പിച്ച മുഖത്തോടാണോ പെരുമാറുന്നത്? And when your husband coming back after a day's work, are you responding to the husband in the right way? വന്നു കയറുന്നതിന് മുമ്പേ പരാതിയുടെ ഭാണ്ഡക്കെട്ടുകൾ തുറന്നഴിച്ചു വെക്കുകയാണോ ചെയ്യാറുള്ളത്? Before he comes down, are you saying all kinds of negative things? എന്നെ കേൾക്കുന്ന വാത്സല്യ കുഞ്ഞുങ്ങളെ, നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, Let me ask you the children. നിങ്ങൾക്ക് വേണ്ടി രാപ്പകൽ അധ്വാനിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കൾ, Your parents who are working, toiling hard. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ അവരോട് കരുണയോട് പെരുമാറിയിട്ടുണ്ടോ? സംസാരിച്ചിട്ടുണ്ടോ? Even one time have you been compassionate towards them? നിങ്ങളുടെ ആവശ്യങ്ങൾ അവരോട് പറയുന്നതല്ലാതെ, Not only just you're just asking Have things you of ever them. asked how was your day, dad and mom? എന്ന് ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ? Have you ever asked how is your day, dad and mom? എന്താ ക്ഷീണമുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടോ? Have you asked why you weak? ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് ഓടി കയറി വരുമ്പോൾ, When they're coming back from work, നാളത്തേക്കുള്ള നിങ്ങളുടെ അടുത്ത ആവശ്യം പറയുന്നതിന് മുമ്പ്, before you speak about other things that you need, പകലന്തിയോളം അവർ നിങ്ങൾക്ക് ആഹാരം പാചകം ചെയ്തിട്ട് and after sharing the food with അവർ you, വിയർത്തകത്ത് കയറി വരുമ്പോൾ when they are sweating and coming inside, നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? and have you asked even once, കരുണയും അലിവും നിങ്ങൾ മനസ്സിലും കാണിച്ചിട്ടുണ്ടോ? have you had the compassion in your ഇല്ലാതെ heart? ഞാൻ നേടിയെടുത്ത ഈ ലോകത്തിൽ ഒരു ജ്ഞാനവും ജ്ഞാനമല്ല. Otherwise, if any of this wisdom in this world, it is not counted as വചനം wisdom. പറയുന്നു, ജ്ഞാനിയുടെ ലക്ഷണമാണ് കരുണയും ആർദ്രതയും സൽഫലം കായ്ക്കുന്നതും. And the word of God says it is a sign of a wise person that he is merciful, compassionate, and having good fruits. ജ്ഞാനം നിറഞ്ഞവർ ആത്മാവിന്റെ ഫലം കായ്ക്കും. Hallelujah. People who have the wisdom will have the fruits അവിടെ of the Holy Spirit. സ്നേഹവും സന്തോഷവും സമാധാനവും ദീർഘക്ഷമയും ദയയും കരുണയും പരോപകാരവും വിശ്വസ്തതയും സൗമ്യതയും ഇന്ദ്രിയജയവും ഒരുപോലെ കായ്ച്ചുലയും. And over there will be love, joy, peace, gentleness, meekness, self-control. All those fruits will come out there. ആറാമത്തെ ജ്ഞാനത്തിന്റെ തൂണ് And sixth pillar of wisdom. പക്ഷപാതമില്ലായ്മ അല്ലെങ്കിൽ ഇമ്പാർഷ്യൽ. And it's impartial. നാം ഇന്ന് രാവിലെ ജ്ഞാനം നിറഞ്ഞവരാണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? How do you know that you're filled with wisdom? ചിലർക്ക് ചിലരോട് അങ്ങ് പ്രത്യേക താല്പര്യമാണ്. And some people are very loving towards certain ചിലർക്ക് people. ചിലരോട് അങ്ങ് വലിയ ഇഷ്ടക്കുറവ് വെറുപ്പാണ്. And other people, they hate them. അല്ല, ആത്മീയൻ മുഖപക്ഷം കാണിക്കാൻ പാടുള്ളതല്ല. But a spiritual man is not supposed to be ആത്മീയ partial. ജീവിതത്തിൽ ദൈവസഭയിൽ മുഖപക്ഷം പാടില്ല. Even in the church of God, there should not be a partiality. ഞാൻ ഈ പറഞ്ഞ് ശരിയാണോ എന്ന് അറിയണമെങ്കിൽ ഈ മാസത്തെ നിങ്ങളുടെ ഫോൺ ബിൽ എടുത്ത് നോക്കിയാൽ മതി. And if you want to know what it is correct, just look at the phone bill this month. നിങ്ങൾ ആരോടാണ് കൂടുതൽ സംസാരിക്കുന്നത്? Who do you talk the most? അതുകൊണ്ട് നാളെ തൊട്ട് ഞാൻ എന്റെ ഭർത്താവിനെ വിളിക്കുന്നില്ല, ഭാര്യയെ വിളിക്കുന്നില്ല, മക്കളെ വിളിക്കുന്ന കാര്യമല്ലേ ഈ പറഞ്ഞു വരുന്നത്. I'm not talking about talking to your family members. നിങ്ങൾ പാർഷ്യാലിറ്റി കാണിക്കുന്നത് ആത്മീയത്തിന്റെ പരിവേഷത്തിലാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും നിങ്ങളുടെ പാർഷ്യാലിറ്റി തിരിച്ചറിയണമെങ്കിൽ ഫോൺ ബിൽ നോക്കിയാൽ മതി. And if you want to look at who you're partial towards, just look at your phone bill. ഔദ്യോഗിക കാര്യങ്ങളല്ല ഞാൻ ഈ പറഞ്ഞു I'm വരുന്നത്. not talking about occupational things. അല്ലെങ്കിൽ ആരോടെങ്കിലും പ്രതിപത്തി കൂടിയിട്ടുണ്ടെങ്കിൽ വാക്കിൽ അബദ്ധം പറ്റിയിട്ടുണ്ട്, വാക്കിൽ തെറ്റിപ്പോയിട്ടുണ്ട്. And if you are partial towards something, some people, there is a mistake in your word. കുടുംബത്തിനകത്ത് വേറെ കൃത്യം പാടില്ല. And even in a household, there should not be മാതാപിതാക്കൾ partiality. എല്ലാ മക്കളെയും ഒരുപോലെ സ്നേഹിക്കണം. And parents should love all the children equally. മക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും സഹോദരി സഹോദരന്മാരെ ഒരുപോലെ സ്നേഹിക്കണം. The siblings should love all the other siblings in the same manner. ഇസഹാക്കിന്റെയും റിബേക്കയ്ക്കും പറ്റിയ അബദ്ധം നമ്മുടെ കുടുംബങ്ങളിൽ പറ്റുവാൻ പാടുള്ളതല്ല. And what happened to Isaac and Rebekah should not happen in our families. ഇസഹാക്കിന്റെ യേശാവും റിബേക്കയുടെ യാക്കോബും എന്ന സംസ്കാരമല്ല നമ്മുടെ ആത്മീയ സംസ്കാരം. Our tradition should not be like Isaac's Esau and Jacob was to Rebekah. ആരംഭത്തിലെ പരിഹരിച്ചില്ലെങ്കിൽ, If you are not solving it initially, ഇന്നും അവസാനിക്കാതെ അവർ തലതല്ലി കീറുന്ന ചരിത്രമല്ലേ നാം നമ്മുടെ ലോക സംഭവത്തിൽ കാണുന്നത്. and even today we see the lessons or the consequences of what happened there. കൊരിന്ത്യ സഭയിലെ പോലെ ഇന്നും ആത്മീയ ലോകത്തിൽ പക്ഷപാതങ്ങൾ പടർന്നു പന്തലിച്ചു വരുന്നു. And just like in Corinthian church, we can see in the church of God today, there is all
all kinds of partiality going ഒരു on. കൂട്ടർ പറയുന്നു ഞങ്ങൾ പൗലോസിന്റെ പക്ഷക്കാര്, Some people say we are of Paul. ഒരു കൂട്ടർ പറഞ്ഞു ഞങ്ങൾ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരാ, Others say we are part of ചിലർ Apollos. പറയുന്നു ഞങ്ങൾ കേഫാവിന്റെ പത്രോസിന്റെ കൂട്ടുകാരാണ്. And other people say we are part of Peter, Cephas. ഈ കൊറോണ കാലഘട്ടത്തിൽ നമ്മൾ എന്തെല്ലാം പാഠങ്ങൾ പഠിച്ചു? And during this corona, what are the lessons we are learning? ഞാൻ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും ഞാൻ എഴുതി വെച്ചുകൊണ്ടിരിക്കുകയാണ്. I am writing down every lesson that I learn. ഞാൻ ഇന്നലെ നിങ്ങളോടൊക്കെ ചിലരോടൊക്കെ പങ്കുവെച്ചല്ലോ. I shared with some people yesterday. ലോകത്തിലെ ഏതെങ്കിലും ഡോക്ടർമാർ വിചാരിച്ചോ ഞാൻ ബാങ്കിൽ ചെല്ലുമ്പോൾ പ്യൂണ നാളെ എന്റെ ടെമ്പറേച്ചർ നോക്കുന്നതെന്ന്? And when I go to the bank, any doctors in this world thought that some person over there is going to look my temperature. ലോകത്തിന്റെ ഗതികളൊക്കെ മാറിപ്പോയെന്നേ. The things in this world are changed. ഞാൻ ഉൾപ്പെടെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ബസ്സുകാർ നമ്മളെ കാണുമ്പോൾ നിർത്താതെ പോകുമായിരുന്നു. And when I was going to school, the people who was riding the bus, they won't stop there. ഇപ്പൊ ബസ്സുകാരൻ ചവിട്ടി നിർത്തിയിട്ട് ചോദിക്കും ആരെങ്കിലും ഒന്നൊന്ന് കേറാൻ വേണ്ടി നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. And now the bus people are asking, hey, can somebody get into my bus, please? കടയിലൊക്കെ ചെന്നാൽ എത്ര മണിക്കൂർ ക്യൂ നിൽക്കണമായിരുന്നു പണ്ട്. And you had to stand a long time in queue. ഞാൻ ഇന്ത്യയിലെ കാര്യം ഇപ്പൊ പറഞ്ഞത്. I'm talking about Indian situation. ആരും വാൾമാർട്ട് ഓർത്തോണ്ടിരിക്കരുത്. Don't think about Walmart. ഇന്ന് കടക്കാർ വീട്ടിൽ സാധനം കൊണ്ട് തരാൻ റെഡിയാണെന്നാ പറയുന്നത്. And today the merchants are able to ആത്മീയ ലോകത്തിലും കൊറോണ നമ്മളെ പലതും പഠിപ്പിച്ചില്ലേ? Hallelujah. In the spiritual world also corona is മുഖപക്ഷം കാണിച്ചതും നാം പരസ്പരം ഭിന്നിച്ചതും ചിഹ്നിച്ചതും ഒക്കെ തെറ്റായിരുന്നെന്ന് ഈ വൈറസ് നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. Hallelujah. Whatever we had done, partiality and all the divisions, this virus is teaching us that was wrong. നിങ്ങൾ ആത്മീയത്തിൽ അടുത്തിരിക്കുവാൻ മടി കാണിച്ചതുകൊണ്ട്, And because you were lacking in your spiritual life, കൂട്ടു സഹോദരനോട് ചേർന്നിരിക്കുവാൻ വിമുഖത കാണിച്ചതുകൊണ്ട്, because you are not sharing with your brother, ഒരു അപ്പത്തിന്റെ അവകാശികളോട്, and you are sharing in the bread, ഒരേ ആത്മാവിൽ ആരാധിക്കുന്നവരോട്, and you are worshiping the same spirit, ഒരേ കൃപ ജ്വലിപ്പിക്കേണ്ടവരോട്, and same grace you are in, വേറെ കൃത്യം കാണിച്ചതുകൊണ്ട്, because you are showing division. ഇന്ന് അടുത്തു വരുവാൻ കഴിയാതെ നിങ്ങൾക്ക് അകലം വെച്ചില്ലേ? Hallelujah. Now you are not able to sit together with them. There is a division. ഇന്ന് പകൽക്കാലം നാം തിരിച്ചറിയണം. This morning acknowledge it. നാം മലലിയ പക്ഷപാതം കാണിക്കുവാൻ പാടുള്ളവരല്ല. We are not supposed to show partiality. നാം യേശുവിന്റെ പക്ഷക്കാർ. We are of the side of Jesus. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരെല്ലാം എന്റെ പക്ഷക്കാർ. And everybody redeemed with the blood of Jesus is on the side of Jesus. നാം ഒരേ അപ്പത്തിന്റെ അവകാശികളാ. And we are part of the same ഒരു bread. രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാ. We are part of the same blood. ഒരു ശരീരമാകുന്ന സഭയുടെ അംഗങ്ങളാണ്. And we are part of the same body of the church. ഒരേ ആത്മാവിൽ ആരാധിച്ച് ഒരേ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്. We are worshiping the same spirit, going to the same destination. സ്വർഗം നമ്മോട് മുഖപക്ഷം കാണിച്ചില്ലല്ലോ. And God, heaven did not show partiality. സകല ഗോത്രങ്ങളിലും സകല ഭാഷകളിലും സകല വംശങ്ങളിൽ നിന്നുമല്ലേ സ്വർഗം നമ്മെ വീണ്ടെടുത്തത്. From every nation, from every tongue, the heaven has chosen us. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ അത് പറയുമ്പോൾ, And Revelation chapter 5, when it is mentioned, സ്വർഗവാസികൾ തങ്ക കിരീടങ്ങളെ നിലത്ത് വെച്ചുകൊണ്ട് ഹല്ലേലൂയ വിളിച്ചു പറയുന്നു. when the heavenly beings are putting down the crowns and saying hallelujah. എന്തിനാ അവർ ഹല്ലേലൂയ പറഞ്ഞത്? Why are they saying hallelujah? മുഖപക്ഷം കാണിക്കാത്ത ഒരു ദൈവം, A God who doesn't show partiality. മുഖപക്ഷം കാണിക്കാത്ത ഒരു പിതാവിനെ നോക്കി അവർ സ്തോത്രം പറഞ്ഞു. And they are praising a God who doesn't show partiality. വർഗവർണ്ണ വ്യത്യാസമില്ലാതെ സകലർക്കും വേണ്ടി മരിച്ച കുഞ്ഞാടായ യേശുവിനെ നോക്കി അവർ ഹല്ലേലൂയ പാടി. And they are saying hallelujah to Jesus who did not die for all the nations and tongues. അഭിമാനം കൊണ്ട് നിറയുന്നു. Oh, my heart is filled with joy. കേരളത്തിന്റെ കൊച്ചു ഗ്രാമത്തിൽ ജനിച്ചിട്ട്, And after born in the small village of Kerala, 2-3 തലമുറയ്ക്ക് അപ്പുറത്ത് എന്തു പാരമ്പര്യമെന്ന് അറിയാതിരുന്ന എന്നെ, and I did not know what was my tradition 2-3 years ago. സ്വർഗത്തിന് ഓഹരിക്കാരനാക്കി മാറ്റിയെന്ന് പറയുമ്പോൾ, And when I was made partakers of heavenly things, രാജാവും പുരോഹിതനും ആക്കിയെന്ന് പറയുമ്പോൾ, when I was turned into priest, ഞാൻ അങ്ങനെ പാട്ട് പാടാതിരിക്കും? how can I not sing a song? കേൾക്കുന്ന വാത്സ്യ ദൈവദാസിദാസന്മാരെ, Children of God, brothers, sisters, നിങ്ങളുടെ പാരമ്പര്യം കിളച്ചു എന്നാല് hallelujah, you are talking about your tradition. അഭിമാനത്തിന്റെ ഒന്നും പറയുവാൻ നമുക്കില്ലായിരുന്നു. We have nothing to boast. എന്നാൽ അതെല്ലാം മാറ്റിവെച്ചിട്ട് Putting away all those things. ദൈവസ്നേഹം നമ്മെ തേടി വന്നല്ലോ. Because the love of God came to us. Hallelujah. സ്വർഗം എനിക്ക് വേണ്ടി ഇറങ്ങി വന്നു. Heaven came down for me. എന്നെ തേടി നഗരം വിട്ട് മണ്ണിലേക്ക് യേശു ഇറങ്ങി വന്നു. And Jesus came down from the heavenlies and come down to me. എന്നോട് മുഖപക്ഷം കാണിച്ചില്ല. He didn't show partiality to me. ദൂരസ്ഥരായിരുന്ന എന്നെ സമീപസ്ഥനാക്കി മാറ്റി. I was outcast, but now has brought me to. പൗരതയോട് സംബന്ധമില്ലാതെ എനിക്ക് ഇസ്രായേലിന്റെ ഓഹരി തന്നു. I had no relation with Commonwealth of Israel, but now I'm part of inheritance. യഹൂദ ഗോത്രത്തിൽ പിറക്കാതിരുന്ന എന്നെ യഹൂദനായ യേശുവിന്റെ മകനാക്കി മാറ്റി. I was not born in a Jewish family, but I became a brother of Jesus. പാത്രമായിരുന്ന എന്നെ കരുണ കൊണ്ട് ദൈവം പൊതിഞ്ഞ് കരുണാപാത്രമാക്കി മാറ്റി. I was a vessel of wrath, but now I turned into a vessel of mercy. പാപത്തിൽ മുഴുകിക്കിടന്ന് എന്നെ വിശുദ്ധനാക്കി മാറ്റിയല്ലോ. I was full of sin, now he turned me into a holy person. എങ്ങനെ ഞാൻ അത് പാടാതിരിക്കും, How മറക്കാതിരിക്കും? can I not sing? I cannot എങ്ങനെ forget. സ്തോത്രം പറയാതിരിക്കും? I cannot praise him. ഇരിപ്പിൽ നിങ്ങൾക്ക് നന്ദി പറയാൻ പറ്റുമോ? Oh, can you be grateful where you are? തിരുമേനി അറുക്കപ്പെട്ടു നിൻ രുധിരത്തിൻ വിലയായി വാങ്ങിയതാ
നിന്തിരുമേനി അറുക്കപ്പെട്ടു നിൻ രുധിരത്തിൻ വിലയായി വാങ്ങിയതാ. ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജാതികൾ സർവവും ചേർന്നുകൊണ്ട്, ഓ ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജാതികൾ സർവവും ചേർന്നുകൊണ്ട് എന്തു പറയണം? ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ, അതിനോ യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യ രാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. മാധുര്യ രാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. ദൈവമക്കളെ, ജീവിതത്തിൽ ഒന്നും നേടിയില്ലെങ്കിലും, children of God, if you don't have anything in your life, ഞാൻ ദയ ലഭിച്ചവനാണ്, കരുണ പ്രാപിച്ചവനെന്ന് ഓർത്താൽ, if you remember you received grace and mercy, കുടുംബ പ്രാർത്ഥന സഭായോഗത്തിനേക്കാൾ ശക്തമായിരിക്കും. your family prayer will be more powerful. നിങ്ങൾ മുഴങ്കാൽ മടക്കി മുറിക്കകത്തിരിക്കുന്ന പ്രാർത്ഥിക്കുന്നത് ഒരു കൺവെൻഷനേക്കാൾ ആരവമുള്ള ആത്മീയ അനുഗ്രഹമായി മാറും. Kneeling down in your room is more powerful than in a crusade convention. മുഖപക്ഷമില്ലാത്ത ആ തൂണിൽ വേണം ആത്മീയം പണിയുവാൻ. Hallelujah. We have to build on that pillar which is not having partiality. ഏഴാമത്തെ തൂണ് കപടമില്ലാത്തത്, അല്ലല്ലോ, വിതൗട്ട് ഹിപ്പോക്രസി. The seventh pillar is without hypocrisy. സ്തോത്രം, ഹല്ലേലൂയ. കപടമില്ലാത്തതായിരിക്കണം നമ്മുടെ ആത്മീയ ജീവിതം. Our spiritual life should be without നാം ഇന്ന് hypocrisy. രാവിലെ നമ്മുടെ ഹല്ലേലൂയ അല്പം മുമ്പുള്ള വചന ശുശ്രൂഷയിൽ അത് കേട്ടതാണ്. And we heard it a little bit in the previous message. അഭിനയമില്ലാത്ത ആത്മീയ ജീവിതം, A spiritual life which is not an acting. ശക്തിയുടെ വേഷമുണ്ട്, അല്ലെങ്കിൽ ഭക്തിയുടെ വേഷമുണ്ടെങ്കിലും അതിന്റെ ശക്തിയില്ല. You have all the form of godliness, but there is no power. ആത്മീയം അഭിനയിക്കാനുള്ളതല്ല. Spirituality is not for acting. യേശു തന്റെ ഐഹിക ജീവിതകാലത്ത് ഏറ്റവും കൂടുതൽ ശബ്ദവും കരവും ഉയർത്തിയത് കപടഭക്തിക്കാർക്ക് നേരെയാണ്. And Jesus during his ministry had pointed his fingers towards the hypocrites. 5 ഭർത്താക്കന്മാരുണ്ടായിരുന്ന സ്ത്രീയോടും യേശു കരുണയോടെ സംസാരിച്ചു പാപമോചനത്തിന് വഴിയൊരുക്കി. And a woman who had 5 husbands, Jesus spoke to her mercifully. ചുങ്കക്കാരും പാപികളും യേശുവിന്റെ അടുക്കൽ വന്നു. യേശു അവരുടെ കൂടെ ഭക്ഷണം കഴിച്ചു. അവരെ പാപത്തിൽ നിന്ന് വിടുവിച്ചില്ലേ? And the tax collectors and sinners came to Jesus, and didn't Jesus save them? യേശു എപ്പോഴും വിരല് ചൂണ്ടിയത് But Jesus always pointed fingers. പരീശന്മാരെ, കപടഭക്തിക്കാരെ, ശാസ്ത്രിമാരെ, കപടഭക്തിക്കാരെ എന്ന് പറഞ്ഞാണ്. And he pointed his fingers towards the Pharisees, scribes, saying, "You hypocrites." കാരണം പുറമേ വിശുദ്ധിയുടെ പരിവേഷവും അകം തേച്ചു മിനുക്കാത്ത ആത്മീയ അഴുക്കുകളുമായിരുന്നു അവിടെ. Because on the outside they were fully holy, but on the inside it was all kinds of junk. ഇന്ന് പകൽ ജ്ഞാനം കൊണ്ട് നിറഞ്ഞ ദൈവമക്കളെ, Children of God who are filled with heavenly wisdom, കപടഭക്തി ഇല്ലാത്ത ഒരു പച്ചയായ ജീവിതം നാം കാഴ്ചവെക്കണം. can we have a life without hypocrisy? ഹല്ലേലൂയ. വഞ്ചനയും വ്യാജവും തട്ടിപ്പും സൂത്രവും ഇല്ലാത്ത ഒരു ആത്മീയ ജീവിതം. A life without any kind of machinations and shenanigans and all നിങ്ങളുടെ the kind of കുടുംബത്തിൽ things. വഞ്ചന ഒളിച്ചുകളി പാടില്ല. And there is no need of all kinds of hypocrisy in Be the family. transparent. Let the family be transparent to each other. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒന്നും മറയ്ക്കാനില്ലാത്ത ഒരു ആത്മീയ ജീവിതം. And there should not be nothing hidden. It should be transparent. ഞാൻ ഈ പറഞ്ഞു വന്ന ഈ ജ്ഞാനത്തിന്റെ 7 തൂണുകൾ, And these 7 pillars of this wisdom that I'm talking ഈ about. ജ്ഞാനം എവിടാ വെളിപ്പെട്ട് കണ്ടത്? And where was this wisdom ഈ revealed? ജ്ഞാനത്തിന്റെ ഉറവിടം ജ്ഞാനം എന്താണ്? But what is the source of wisdom, or what is wisdom? ശലോമോൻ പറഞ്ഞു, ജ്ഞാനിയായവൾ ഒരു വീട് പണിതു, അതിന് 7 തൂണുണ്ട്. And Solomon said that the wisdom built a house and has 7 pillars. യാക്കോബ് പറഞ്ഞു, ഈ ജ്ഞാനം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ആ തൂണുകൾ, 7 തൂണുകൾ? And James said that what are the 7 pillars? ഈ 7 തൂണുകളുള്ള ഈ ജ്ഞാനം എന്താണ് ദൈവമക്കളെ? Children of God, what is this wisdom? 1 കൊരിന്ത്യർ 1:30 1 Corinthians chapter 1 verse 30. നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. But you are in Christ Jesus, who is made unto us wisdom, ദൈവത്തിന്റെ righteousness. ജ്ഞാനം, ഉയരത്തിലെ ജ്ഞാനം എന്ന് പറയുന്നത് സാക്ഷാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. The heavenly wisdom truly represents Jesus ഈ Christ. യേശുവിലാണ് 7 തൂണുകളും അല്ലെങ്കിൽ സർവ്വസമ്പൂർണതയും ദേഹസ്വരൂപമായി വസിക്കുന്നത്. And in this Jesus Christ we can these 7 pillars or the fullness of the wisdom. ഹല്ലേലൂയ. യേശുവാണ് ജ്ഞാനം.
Jesus is ഈ wisdom. ജ്ഞാനത്തിന്റെ പൂർണ്ണത ഞാൻ യേശുവിൽ കണ്ടേ. Hallelujah. The fullness of the wisdom I ഈ saw in 7 Jesus. തൂണുകളും നിലനിന്ന് തിളങ്ങി നിൽക്കുന്നത് എന്റെ യേശുവിലാ. And the 7 pillars are glorious in Jesus. ഒന്നാമത്തെ തൂണ് നിർമ്മലം. And first is purity. യേശുവിലോട്ട് നോക്കിയാട്ട് Look to Jesus. പവിത്രൻ, നിർമ്മലൻ, നിർദോഷം, നിഷ്കളങ്കൻ, പാപികളോട് വേർപെടാത്ത പരിശുദ്ധനായ യേശു. Hallelujah. Jesus Christ, who is blameless without spot, and he is pure. എന്റെ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ എന്റെ ഹൃദയം നന്ദി കൊണ്ട് നിറയുന്നു. Oh, when I speak about Jesus, my heart is full of joy. രണ്ടാമത്തെ തൂണ് സമാധാനം. And second is peace. എഫേസ്യ ലേഖനത്തിൽ നാം വായിക്കുന്നു, And we read in the book of അവൻ Ephesians, നമ്മുടെ സമാധാനം. he is our peace. യേശു നമ്മുടെ സമാധാനം. Because he is our peace. പാപത്തെ ഹല്ലേലൂയ ജയിച്ച യേശു നമ്മുടെ സമാധാനം. Jesus Christ was victorious, our sin is our peace. മൂന്നാമത്തെ തൂണ് ശാന്തത, quietness, gentleness. And third pillar is the quietness, gentleness. അതാണ് യേശുവിൽ നാം കാണുന്നത്. That's what we see in Jesus. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും, He was ridiculed but didn't respond. കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും, Even went through afflictions but he was quiet. രോമം കത്രിക്കുന്നവരുടെയിൽ മിണ്ടാതിരുന്ന കുഞ്ഞാടായ യേശു എന്ന ജ്ഞാനം. And Jesus, who was a lamb, that is the wisdom. അല്ലെങ്കിൽ നാലാമത്തെ തൂണ് അനുസരണം. And fourth is pillar is obedience. നിങ്ങൾ യേശുവിലോട്ട് നോക്കൂ. Look to Jesus. അവൻ ദൈവ സ്വരൂപത്തിലിരിക്കെ And he was in the heavenly thing ദൈവിക സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ without holding on to the ഒരു godliness. ദാസന്റെ രൂപമെടുത്തു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. And he took the form of a servant and came down to this earth. സ്വർഗത്തിൽ നിന്ന് താണ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് He came down and down and down into this earth. മരണത്തോളം ക്രൂശിലും മരണത്തോളം അനുസരണമുള്ളവനായി മാറി. He was obedient unto death on the cross. അതെ, എന്റെ യേശുവാണ് പൂർണ്ണ അനുസരണം തെളിയിച്ചു തന്നത്. And it is our Jesus who has shown the complete obedience. എബ്രായ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, Book of Hebrews we read. അവൻ കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി മാറി. And because of afflictions he has completely obedient. യേശു 30-ാമത്തെ വയസ്സ് വരെ മാതാപിതാക്കളെ അനുസരിച്ച് ജീവിച്ചു. Jesus up to the age of 30 was obedient to his parents. ഭൂമിയിൽ ജീവിക്കുമ്പോൾ മനുഷ്യൻ എന്ന നിലയില് And when you are living in this earth as a human being, ദൈവത്തിന്റെ സകല വാക്കുകളെയും അനുസരിച്ചു. and he obeyed all the words of Jesus. ഹല്ലേലൂയ. യോഹന്നാൻ പറയുന്നു, ഞാനാ നിന്നെ സ്നാനപ്പെടുത്തേണ്ടത്, അല്ല അങ്ങാണ് എന്നെ സ്നാനപ്പെടുത്തേണ്ടത്. And John is saying that you should baptize me. ഞാനല്ല അങ്ങേ സ്നാനപ്പെടുത്തേണ്ടത്. I should not baptize you. യേശു എന്താ പറഞ്ഞത്? What did Jesus say? ദൈവത്തിന്റെ നീതിയാണെങ്കിൽ ഇത് ഞാൻ അനുസരിച്ചേ മതിയാകൂ. And because it is the righteousness of God, I should fulfill it. അനുസരണത്തിന്റെ പൂർണ്ണത യേശുവിൽ കണ്ടു. And we can see the fullness of obedience in Jesus. അഞ്ചാമത്തെ തൂണ് കരുണയാണ്, സത്ഫലമാണ്. And fifth one is mercy and good തന്റെ fruits. അടുക്കൽ വന്ന സകലരോടും യേശു മനസ്സലിവ് കാട്ടിയില്ലേ? And everyone who came to Jesus, Jesus showed compassion. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആയിരങ്ങൾ വിശന്നിരിക്കുമ്പോൾ When thousands were hungry, പുരുഷാരത്തെ കണ്ട് യേശുവിന് മനസ്സലിഞ്ഞു. and Jesus looked at the crowd and was compassionate. ന്യായപ്രമാണം പുറത്താക്കിയ കുഷ്ഠരോഗിയെ കണ്ട് യേശുവിന് മനസ്സലിഞ്ഞു. And the law cast out the leper, but Jesus was compassionate. വേർപാടിന്റെ ദുഃഖത്തിൽ വിലപിക്കുന്ന മാർത്തയെ മറിയെ നോക്കി യേശുവിന് മനസ്സലിഞ്ഞു. And Mary and Martha who were grieving, Jesus was compassionate. നഷ്ടപ്പെട്ട് വിലപിക്കുന്ന നയീൻ പട്ടണത്തിലെ വിധവയെ കാണുമ്പോൾ അവളെ കണ്ട് യേശു മനസ്സലിഞ്ഞു. And looking at the widow of Nain, Jesus was compassionate. എന്തിനേറെ പറയുന്നു, ചിതറിയിരിക്കുന്ന ജനം ഇടയനില്ലാത്ത ആടുകളെ പോലെ വലയുമ്പോൾ അവരെ കണ്ട് യേശുവിന് മനസ്സലിഞ്ഞു. And Jesus was compassionate towards a flock which did not have a താൻ shepherd. ക്രൂശിൽ വേദനപ്പെട്ട് കിടക്കുമ്പോഴും And as he was affliction on the cross, 10 മാസം തന്നെ ചുമന്ന മറിയ അവിടെ നിൽക്കുന്ന കാണുന്നു. and he can see Mary, who is mother over തന്റെ there. മാർവോട് ചാരിയ യോഹന്നാനെ കാണുന്നു. He can see John, who was by അവരെ his കണ്ടും bosom. യേശുവിന് മനസ്സലിഞ്ഞ് ഉത്തരവാദിത്തങ്ങളെ ഏൽപ്പിച്ചില്ലേ? And Jesus was compassionate and he gave them the responsibilities. കള്ളനോട് യേശു മനസ്സലിഞ്ഞില്ലേ? And to the servant who was the thief who was എന്റെ confessing, കർത്താവിനെ Jesus was കുറിച്ച് compassionate. എഴുതിയിരിക്കുന്നു, അവൻ കരുണയും കൃപയും നിറഞ്ഞവൻ. About our Lord it is mentioned, he is full of grace and മനസ്സലിവും മഹാദയമുള്ള ദൈവം. he is full of compassionate and he is long suffering. ആറാമത്തെ ജ്ഞാനത്തിന്റെ തൂണായ പക്ഷപാതമില്ലാത്തവൻ. And sixth pillar, impartial. ചുങ്കക്കാരെന്നോ, നേരെ ഓർപ്പിച്ചല്ലോ, ചുങ്കക്കാരെന്നോ പാപികളെന്നോ സമൂഹമെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ സകലർക്കും വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു. Hallelujah. No matter who it was, a sinner, a tax collector, he submitted himself to all in the community. 7 കപടമില്ലാത്ത അഭിനയമില്ലാത്തവനായിരുന്നു യേശു. And seventh, Jesus was not acting. പീലാത്തോസ് പറയുന്നു, ഇത് ഹല്ലേലൂയ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. And Pilate is saying, I don't see any mistake in him. ലോകം സാക്ഷ്യം പറയണം നമ്മളെ കുറിച്ച്. The world should testify about us. ലോകം സാക്ഷ്യം പറയണം നിങ്ങളെ കുറിച്ച്. The world should testify about us. പീലാത്തോസിന്റെ ഭാര്യ പറയുന്നു, ആ നീതിമാന്റെ രക്തത്തിൽ കൈകടത്തരുത്. And Pilate's wife is saying, why are you having your hands in this blood of കഴിഞ്ഞ this person? 3 മണിക്കൂർ ചാട്ട
ചാട്ടവാറുകൊണ്ട് തന്നെ ആഞ്ഞടിക്കുവാൻ നേതൃത്വം കൊടുത്ത ശതാധിപൻ പറയുന്നു ഇവൻ നീതിമാനായിരുന്നു. And this scribe is also saying that who was given the authority to scourge him, that he is righteous. 30 വെള്ളിക്കാശ് ഹല്ലേലൂയ വാങ്ങി യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദ പറയുന്നു കുറ്റമില്ലാത്ത രക്തമായിരുന്നു യേശുവിന്റെ രക്തം. And Judas, who was Jesus for 30 pieces, was saying that Jesus' blood was innocent. തന്നോടൊരുമിച്ച് ക്രൂശിക്കപ്പെട്ട് തന്നെ അപമാനിച്ച കള്ളൻ പറയുന്നു ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. And this thief was ridiculing Jesus. He said that he did not do any unwanted things. ഞാൻ എൻ്റെ വാക്കിലൂടെ അവസാനിപ്പിക്കാൻ Let പോകുകയാണ്. me conclude my words. യേശുവാണ് നമ്മുടെ ജ്ഞാനം. Jesus is our എപ്പോഴും wisdom. പാടുന്ന ഒരു പാട്ടിന്റെ വരിയുണ്ടല്ലോ. And there is a song that we sing. സ്വർഗീയനോട് എന്നെ ഇണയ്ക്കയും സ്വർഗീയനോട് എന്നെ ഇണയ്ക്കയും തൻ ജീവൻ മൂലമായി തൻ പുത്രനാക്കിയും നിൻ ജീവൻ മൂലമായി നിൻ പുത്രനാക്കിയും നീ എൻ ജ്ഞാനം നീതിശുദ്ധിയും ദിവ്യ സമാധാനവും നീ എൻ ജ്ഞാനം നീതിശുദ്ധിയും ദിവ്യ സമാധാനവും വീണ്ടെടുപ്പുമായതോർത്തു നന്ദിയാൽ സ്തുതി പാടും നന്ദിയാൽ വീണ്ടെടുപ്പുമായതോർത്തു നന്ദിയാൽ സ്തുതി പാടും നന്ദിയാൽ വാഴ്ത്തുന്നേ എന്നേശുരാജനെ സർവകാലവും കീർത്തിക്കുന്നു വൻ കൃപകളോർത്തു നന്ദിയാൽ വാഴ്ത്തുന്നേ എന്നേശുരാജനെ. യേശു ആ സകല ജ്ഞാനവും. Jesus is all wisdom. പ്രിയരെ, നാം ദൈവസന്നിധി നിഷ്കളങ്കരാകേണ്ടതിനാ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. Children of God, God chose us. We can be എൻ്റെ blameless. വാക്കിലൂടെ അവസാനിപ്പിക്കുന്നു. Let me conclude my words. ജ്ഞാനം കൊണ്ട് വേണം നിങ്ങളുടെ വീട് പണിയുവാൻ. And with wisdom, you have to build your ഈ house. 7 തൂണുകളായിരിക്കണം നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ താങ്ങി നിർത്തേണ്ടത്. And the 7 pillars should uphold your spiritual ദൈവസന്നിധിയിൽ life. തികഞ്ഞവരും സമ്പൂർണ്ണരും ആകണമെന്ന് ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് സ്വപ്നമുണ്ട്. And God has a dream that you be mature in His presence. സഹോദര സഹോദരി, നിങ്ങളാൽ നിങ്ങളുടെ കുടുംബം, ദേശം, സഭ അനുഗ്രഹിക്കപ്പെടണമെന്ന് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. And children of God, God desires that through you, your ഈ family വചനം and കേട്ട community. എല്ലാവരോടും ഞാൻ ആത്മാവിൽ ദൂത് പറയുന്നു. And let me give this message. ഇന്ന് പകൽക്കാലം ഈ 7 തൂണുകളിൽ ഏതെങ്കിലും ഒന്ന് ഇളകിക്കിടപ്പുണ്ടെങ്കിൽ, If there is any of the one pillar that is shaken, ഏതെങ്കിലും ഒന്ന് ഈ തൂണുകൾക്ക് ഇളക്കം തട്ടിയിട്ടുണ്ടെങ്കിൽ, if there's any one of the pillar not is താങ്ങി നിർത്തേണ്ട തൂണുകൾ ഏതെങ്കിലും പക്വതയോളം വളർന്നിട്ടില്ലെങ്കിൽ, and if any of the pillar is not grown up, ഇന്ന് പകൽക്കാലം ദൈവഭയത്താൽ ജ്ഞാനം പ്രാപിച്ചോണം. and this morning with the fear of Lord, ഈ receive the യേശുവിനെ wisdom. കുറിച്ചുള്ള അറിവ് നമ്മളെ ജ്ഞാനികളാക്കി മാക്കുന്നത്. And about this Jesus, the knowledge is Know what brings him the wisdom. better every day. യേശുവിനെ അടുത്തറിഞ്ഞാട്ട്. Know Him better every day. സദൃശ്യം 9-ന്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. And Proverbs 9:10. എന്താണ് അവിടെ പറയുന്നത്? What he says? യഹോവഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം. And the fear of the Lord is the beginning of wisdom. സർവശക്തനെ കുറിച്ചുള്ള പരിജ്ഞാനം തന്നെ ഹല്ലേലൂയ വിവേകം. The understanding of the Lord, that is wisdom. യേശുവിനെ അറിയും തോറും നിങ്ങൾ ജ്ഞാനികളായി മാറും. The more and the more you know about Jesus, you will become wiser and wiser. വിശുദ്ധ തിരുവെഴുത്ത് മാർവോട് ചേർത്ത് പിടിക്കൂ. Hallelujah. Hold the Bible to your dear to your heart. 19-ാം സങ്കീർത്തനം 7-ാം വാക്യം പറയുന്നു. And Psalm 19 verse 7. യഹോവയുടെ വചനം അല്പബുദ്ധികളെ ജ്ഞാനിയാക്കി മാറ്റുന്നു. For the little ones, the word of God makes them smart, wise. തിമോഥെയോസിനോട് പൗലോസ് പറയുന്നു. And to Timothy, Paul is saying, രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുന്ന തിരുവചനത്തെ നീ ബാല്യം തൊട്ട് പഠിച്ചത് കൊണ്ടാണ് ഇന്ന് നീ പിടിച്ചു നിൽക്കുന്നത്. and because you learned the scriptures from your youthhood, that's why you are standing strong now. ദൈവത്തെ ഭയപ്പെട്ടാട്ട്. Hallelujah. Fear God. ദൈവത്തെ ഭയപ്പെട്ടാട്ട്. Fear God. സ്വർഗ്ഗം തന്റെ ജ്ഞാനം കൊണ്ട് നിങ്ങളെ നിറയ്ക്കും. The heaven will fill you with wisdom. തകർന്നു പോകുന്ന കുടുംബങ്ങൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ പണിയപ്പെടട്ടെ. Oh, let all the broken families be built in the name of Jesus. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ പണിയപ്പെടട്ടെ. Let all the broken lives be built in the name of Jesus. സമാധാനങ്ങൾ വ്യാപരിക്കുന്ന മണ്ഡലങ്ങൾ ഇന്ന് പകൽ ശാന്തത കൊണ്ട് നിറയട്ടെ. Let all the chaotic situation be filled with the peace of God. ഇളകി ആടുന്ന ആത്മീയ ജീവിതം ഇന്ന് പകൽ കരുത്തുള്ളതായി മാറട്ടെ. Oh, let all the shaken spiritual life be strong. ആ കടിച്ചു കീറുന്ന ആത്മീയ വിഷയങ്ങൾ ഇന്ന് പകൽ ശാന്തതയും സമാധാനവും സ്വസ്ഥതയും വ്യാപരിക്കട്ടെ. Oh, let there be a spirit of peace upon all the situations. ഇരുപക്ഷങ്ങളും ദ്വന്ദ്വപക്ഷങ്ങളും കപട ആരാധനകളും ഇന്ന് പകൽ ആത്മീയ പക്വതയ്ക്ക് വഴിമാറട്ടെ. Hallelujah. All the hypocrisies and all the divisions, let it go away because of worship. അങ്ങനെ ജ്ഞാനത്താൽ പണിയപ്പെടുന്നവരെ തേടി യേശു വരാറായി. Oh, Jesus is coming for such people who are seeking the wisdom. കളങ്കമില്ലാത്ത നാട്ടിൽ എന്നെ കൊണ്ടുപോകുവാൻ. Oh, to take to a place which is blameless.
blameless. To കളങ്കമില്ലാത്ത ദേശത്ത് എന്നെ കൊണ്ടുപോകുവാൻ take to a land which is spotless. ഒരു അശുദ്ധനും കടക്കാത്ത Oh, not an unholy person. വീരുകൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, മദ്യപാന്മാർ, ദ്വന്ദ്വപക്ഷമുള്ളവർ, കടന്നു ചെല്ലാത്ത പിശാചില്ലാത്ത പാവന നാട്ടിലേക്ക് കൊണ്ടുപോകുവാൻ യേശു വരാറായി. Jesus is coming to take people to a place where there is no evil things. അപ്പോൾ നിങ്ങൾ പറയും, ദൈവദാസനെ എന്റെ ജീവിതം ദുഃഖം നിറഞ്ഞതാ. Children, you will say that my life is full of pain. വീട്ടിലോട്ട് ചെന്നാൽ ഭാര്യ മുഖം മുറിപ്പിച്ച് കാണിക്കുന്നു. And my wife is not happy. ഭർത്താവ് കടിച്ചു കീറുന്ന പോലെ വരുന്നു. My husband is not happy. കുഞ്ഞുങ്ങൾ ഒട്ടും അനുസരിക്കുന്നില്ല. My children are not obeying. ജോലിക്ക് ചെന്നാൽ സമാധാനമില്ല. At workplace there is no peace. എന്നും പോരാട്ടം എന്റെ ജീവിതത്തില്. Oh, everyday struggle. എന്നും ദുഃഖം എന്റെ ജീവിതത്തില്. Everyday pain. പിന്നെ എനിക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? How can I survive? പക്ഷെ പാട്ടുകാരൻ ഇങ്ങനെ പറഞ്ഞു. The singer says, പാട്ട് ഭാരിച്ച ദുഃഖത്താൽ പോരാട്ടമാകിലും ഞങ്ങൾ നേരോടെ ജീവിച്ച് ആ ഭാഗ്യ പദവിയിലെത്തും. no matter how great the struggle is, I will live correctly and I will reach there. എത്ര പേര് ഇന്ന് രാവിലെ ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കും? Oh, let us all sing together. എല്ലാ കണ്ണുകളും അടയ്ക്കാം. നാം ഒരുമിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. പ്രിയബാന ഒരുമിച്ച് പാടാൻ പോകുകയാണ്. ഭാരിച്ച ദുഃഖത്താൽ പോരാട്ടമാകിലും നേരോടെ ജീവിച്ച് ആറുതൽപ്പെടും. തീരും എൻ ദുഃഖം വിലാപവും ചേരും ഞാൻ സ്വർഗേ വേഗം. ഹല്ലേലൂയ.